പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കടന്നു വന്ന എല്ലാ ദൈവമക്കളോടും മിറക്കുലസ് ഹാൻഡ്സ് ഓഫ് മിനിസ്റ്ററുടെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനം അറിയിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളുടെ സഹകരണമാണ് ഈ മീറ്റിങ്ങിന്റെ വിജയം. അല്പസമയം സാംസൺ നമ്മുടെ ലൈനിലുണ്ട്. അദ്ദേഹത്തോട് ചേർന്ന് നമുക്ക് ദൈവത്തെ പാടി സ്തുതിച്ച് മഹത്വപ്പെടുത്താം. സാംസൺ, വുഡ് യു പ്ലീസ്? അൺമ്യൂട്ട് ചെയ്യ് സാംസൺ, അൺമ്യൂട്ട് ചെയ്യ്. താങ്ക് യു ഫാസ്റ്റേ. പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ നാമത്തെ നന്ദിയോടെ മഹത്വപ്പെടുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ മീറ്റിങ്ങിൽ ദൈവദാസന്മാരോടും ദൈവജനത്തോടും ഒരുമിച്ചായിരിക്കുവാൻ ദൈവം എൻ്റെ ജീവിതത്തിൽ തന്ന നല്ല അവസരത്തിനായി കർത്താവിനെ സ്തോത്രം ചെയ്ത് മഹത്വപ്പെടുത്തുന്നു. മിറാക്കുലസ് മീറ്റിങ്ങുകൾ, ഹാൻഡ് ഓഫ് കർത്താവിൻ്റെ അത്ഭുതകരമായ കരം, സ്തോത്രം. തുടർമാനമായി മീറ്റിങ്ങുകളിൽ നടക്കുന്ന എല്ലാ വചന ശുശ്രൂഷയിലും എല്ലാം വെളിപ്പെട്ട് എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങൾക്കും മറുപടി, രോഗങ്ങൾ സൗഖ്യമാക്കി, മനസ്സിൻ്റെ മുറിവുകൾ ഉണങ്ങി, വേദനകൾ, ഭയം എല്ലാം മാറിപ്പോകുന്ന അനുഭവങ്ങൾ ഉണ്ടാകേണ്ടുന്നതിന് നമുക്ക് സർവശക്തനായ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി പരിചിതമായ പാട്ടുകളെ പാടി ഹൃദയങ്ങളെ ഒരുക്കി കർത്താവിൻ്റെ മുമ്പാകെ നമ്മളെ തന്നെ താഴ്ത്തി ഹൃദയങ്ങളെ സമർപ്പിക്കാമല്ലോ. പരിചിതമായ പാട്ട്, സർവ്വനന്മകൾക്കും സർവ്വദാനങ്ങൾക്കും ഉറവിടമാം യേശുവേ എന്നുള്ള പാട്ട്. ആഴത്തിൽ ഞാൻ കിടന്നു, കൂരിരുൾ എന്നെ മറപിടിച്ചു, കർത്താവെ നിന്റെ കരം എന്നെ തേടി വന്നു, എന്നെ നീ മാർവോട് ചേർത്തണച്ചു. ആ സ്നേഹം അനുഭവിച്ചുള്ള ദൈവമക്കൾക്ക് ചേർന്ന് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. സർവനന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാം യേശുവേ, സർവനന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാം യേശുവേ, അങ്ങേ ഞാൻ സ്തുതിച്ചിടും ദിനവും പരനെ നന്ദിയ, അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരനെ നന്ദിയ, അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരനെ നന്ദിയ. ഞാൻ കിടന്നു, കൂരിരുൾ എന്നെ മറപിടിച്ചു, ആഴിയാഴത്തിൽ ഞാൻ കിടന്നു, കൂരിരുൾ എന്നെ മറപിടിച്ചു, പാദത്തിരുക്കരം തേടിയെത്തി എന്നെ മാർവോട് ചേർത്തണച്ചു, പാദത്തിരുക്കരം തേടിയെത്തി എന്നെ മാർവോട് ചേർത്തണച്ചു. സർവനന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാ
സർവദാനങ്ങൾക്കും ഉറവിടമാം യേശുവേ, അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരനേ നന്ദിയാൽ. അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരനേ നന്ദിയാൽ. പരിശുദ്ധാത്മാവാ നിറയ്ക്കാൻ അനുദിനവും എന്നെ പരനേ. പരിശുദ്ധാത്മാവാൽ നിറയ്ക്കാൻ അനുദിനവും എന്നെ പരനേ. തിരുവേലയെ തികച്ചിടുവാൻ നൽവരങ്ങളെ നൽകിയിടുക. തിരുവേലയെ തികച്ചിടുവാൻ നൽവരങ്ങളെ നൽകിയിടുക. സർവനന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാമെൻ യേശുവേ, സർവനന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാം എൻ യേശുവേ, അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരനേ നന്ദിയാൽ. അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരനേ നന്ദിയാൽ. ലോക ഇമ്പങ്ങളിൽ ഞാൻ ഭ്രമിച്ചു, ലോകമോഹങ്ങളിൽ ഞാൻ മുഴുകി. ലോക ഇമ്പങ്ങളിൽ ഞാൻ ഭ്രമിച്ചു, ലോകമോഹങ്ങളിൽ ഞാൻ മുഴുകി. കാണില്ലൊരു നാളും സ്വർഗതാരൻ കൃത്രിമൂഢമായി ഞാൻ ഉറച്ചു. കാണില്ലൊരു നാളും സ്വർഗതാരൻ കൃത്രിമൂഢമായി ഞാൻ ഉറച്ചു. സർവനന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാമെൻ യേശുവേ, സർവനന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാമെൻ യേശുവേ, അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരനേ നന്ദിയാൽ. അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരനേ നന്ദിയാൽ. അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരനേ നന്ദിയാൽ. ദിനവും പരനേ നന്ദിയാൽ. ദിനവും പരനേ നന്ദിയാൽ. ആത്മാവിന് അളവ് കൂടാതെ തരുന്ന നമ്മുടെ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ, ഹല്ലേലൂയ, നമ്മുടെ ഈ മീറ്റിങ്ങിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ശക്തിയോടെ വ്യാപരിക്കുവാൻ ശുശ്രൂഷിക്കുന്ന ദൈവദാസൻ ആത്മാവിൻ്റെ സാന്നിധ്യത്തിൽ ആത്മാവ് കൊടുക്കുന്ന വാക്കുകളെ പറയുവാൻ കേൾക്കുന്നവരുടെ ഹൃദയങ്ങളിൽ ആത്മാവിൻ്റെ ചലനമുണ്ടാകേണ്ടുന്നതിന്, ഹല്ലേലൂയ, നമുക്ക് കർത്താവിലേക്ക് നോക്കി വീണ്ടും ഉന്നതനായ ഉയർന്നിരിക്കുന്ന ബലഹീനതയിൽ ബലത്തെ പകരുന്ന കൃപയെ പകരുന്ന
താഴ്ചയിൽ നമ്മളെ ഓർത്ത, സ്തോത്രം, ദുഷ്ടൻ്റെ ചതികളിൽ നിന്ന്, വഞ്ചനയിൽ നമ്മളെ രക്ഷിച്ച കർത്താവിനെ വീണ്ടും ചേർന്ന് വേണ്ടി മഹത്വപ്പെടുത്താം. പരിചിതമായ പാട്ട്, അതേ, കൃപയേറും കർത്താവിലൻ വിശ്വാസം, അതിനാൽ ഹൃദയനെന്ത് നല്ല ആശ്വാസം, ദുരിതങ്ങൾ നിറയുമേ ഭൂവാസം, കൃപയാൽ മനോഹരമേ. അതേ, പരിചിതമായ പാട്ട് ചേർന്ന് പാടി നമുക്ക് ആവേശത്തോടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഈ സമയത്ത് കർത്താവ് തന്ന നല്ല അവസരത്തെ നമുക്ക് തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. കൃപയേറും കർത്താവിലൻ വിശ്വാസം. കൃപയേറും കർത്താവിലൻ വിശ്വാസം, അതിനാൽ ഹൃദയനെന്തു നല്ല ആശ്വാസം, ദുരിതങ്ങൾ നിറയുമീ ഭൂവാസം, കൃപയാൽ മനോഹരമായി, ദുരിതങ്ങൾ നിറയുമീ ഭൂവാസം, കൃപയാൽ മനോഹരമായി. കൃപയേറും കർത്താവിലൻ വിശ്വാസം, അതിനാൽ ഹൃദയനെന്തു നല്ല ആശ്വാസം, ദുരിതങ്ങൾ നിറയുമീ ഭൂവാസം, കൃപയാൽ മനോഹരമായി, ദുരിതങ്ങൾ നിറയുമീ ഭൂവാസം, കൃപയാൽ മനോഹരമായി. കൃപയൊന്നെന്നാശ്രയമായി, കൃപയൊന്നെന്നാനന്ദമായി, വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപമതിയെന്നാണ്, വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപമതിയെന്നാണ്, വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപമതിയെന്നാണ്. ബലഹീനതയിൽ നല്ല ബലമേകും, മരുഭൂമിയിൽ ആനന്ദക്കടലാകും, ഇരുൾ പാതയിൽ അനുദിനമൊളി നൽകും, കൃപയൊന്നെന്നാശ്രയമായി. ബലഹീനതയിൽ നല്ല ബലമേകും, മരുഭൂമിയിൽ ആനന്ദക്കടലാകും, ഇരുൾ പാതയിൽ അനുദിനമൊളി നൽകും, കൃപയൊന്നെന്നാശ്രയമായി, ഇരുൾ പാതയിൽ അനുദിനമൊളി നൽകും, കൃപയൊന്നെന്നാശ്രയമായി. കൃപയൊന്നെന്നാശ്രയമായി, കൃപയൊന്നെന്നാനന്ദമായി, വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപമതിയെന്നാലും, വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപമതിയെന്നാലും. എന്റെ താഴ്ചയിൽ അവനെ ഓർത്തല്ലോ, ഘോരവൈരിயின் ബലമവൻ തകർത്തല്ലോ, തന്റെ കൈകളിൽ അവൻ എന്നെ ചേർത്തല്ലോ, സ്തോത്രഗീതം പാടിടും ഞാൻ. എന്റെ താഴ്ചയിൽ അവൻ എന്നെ ഓർത്തല്ലോ, ഘോരവൈരിயின் ബലമവൻ തകർത്തല്ലോ, തന്റെ കൈകളിൽ അവൻ എന്നെ ചേർത്തല്ലോ, സ്തോത്രഗീതം പാടിടും ഞാൻ. തന്റെ കൈകളിൽ അവൻ എന്നെ ചേർത്തല്ലോ, സ്തോത്രഗീതം പാടിടും ഞാൻ. കൃപയൊന്നെന്നാശ്രയമായി, കൃപയൊന്നെന്നാനന്ദമായി, വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപമതിയെന്നാലും, വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപമതിയെന്നാലും, വൈരികൾ
ഏതിരുയർന്നാലും കൃപ മതിയെന്നാലും. ആമേൻ. വൈരികൾ വന്നാലും എതിരുയർന്നാലും മാറ്റമില്ലാത്ത കൃപയ്ക്ക് വേണ്ടി ഹല്ലേലൂയ. ദൈവം നമ്മളെ കണ്ടല്ലോ. നന്ദിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ മിറാക്കുലസ് ഹാൻഡ് ഓഫ് ജീസസ് മിനിസ്ട്രീസിന്റെ ഇന്നത്തെ മീറ്റിംഗിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ കർത്തൃദാസന്മാരെയും എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം ചെയ്യുകയാണ്. ഇന്ന് നമ്മളോട് ടെസ്റ്റിമണി പറയുവാനായിട്ട് ജോയിൻ ചെയ്തിരിക്കുന്നത് പാസ്റ്റർ ഗിരീഷ് ആണ്. പാസ്റ്റർ ഗിരീഷ് പാലക്കാട് നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. ഒരു ഹൈന്ദവ ഫാമിലിയിൽ ജനിച്ച് വളർത്തപ്പെടുകയും ക്രിസ്തുവിന്റെ സ്നേഹത്തെ തിരിച്ചറിഞ്ഞപ്പോൾ ആമേൻ ഒന്നും നോക്കാതെ കർത്താവിന് വേണ്ടി വീറോടെ വാശിയോടെ ഇറങ്ങുവാൻ കർത്താവ് സഹായിച്ചു. അതിനുശേഷം വിവാഹത്തിന് ശേഷം കർത്താവ് വളരെ ശക്തമായി അവരെ ഉപയോഗിച്ചുകൊണ്ട് വിവിധ മീഡിയകളിലൂടെയൊക്കെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ വൈഫിന് പെട്ടെന്ന് കിഡ്നിയുടെ ഒരു കംപ്ലൈന്റ് വരികയും കിഡ്നി ദാനം ചെയ്യുവാനായിട്ട് പാസ്റ്റർ ഗിരീഷ് തന്നെ തയ്യാറാവുകയും ചെയ്തു. അതിന്റെ ഒരു സർജറി 5 വർഷം മുമ്പ് നടക്കുവാനിടയായി. അതിനെ തുടർന്നുള്ള ചില ബുദ്ധിമുട്ടുകൾ ദേവദാസന്റെ ജീവിതത്തിലും ഉണ്ടായി. എന്നാൽ ആകസ്മികമായി പാസ്റ്ററിന്റെ വൈഫ് 3 കൊല്ലം മുമ്പ് മരിക്കുവാനിടയായി. 2023 മരിക്കുവാനിടയായി. ഇപ്പോൾ ശാരീരികമായ പല അസ്വസ്ഥതകളും എല്ലാം ഉണ്ടെങ്കിലും സോയെ വിഷൻ മീഡിയ എന്ന ഒരു സൂം പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് അനേകർക്ക് ശക്തമായി പ്രയോജനപ്പെടുവാൻ ഇന്നും കർത്തൃദാസനെ ദൈവം സഹായിച്ചു കൊണ്ടിരിക്കുന്നു. 2 കുഞ്ഞുങ്ങളുണ്ട്. അവരെ നോക്കി അവരുടെ കാര്യങ്ങളും ചെയ്ത് കർത്താവിന്റെ വയൽ പ്രദേശത്ത് നിന്നും ശക്തിയോടെ കർത്താവിന് വേണ്ടി വേല ചെയ്യുവാൻ ദൈവം സഹായിച്ചു കൊണ്ടിരിക്കുന്നു. ആമേൻ. അദ്ദേഹത്തിന്റെ സാക്ഷ്യങ്ങളും ദൈവം നൽകിയിട്ടുള്ള ആ ഉറപ്പും ദൈവം നൽകിയിട്ടുള്ള ആ ദൈവശബ്ദങ്ങളും കേൾക്കുവാൻ നമുക്ക് പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. പാസ്റ്റർ ഗിരീഷിനെ ടെസ്റ്റിമണി പറയുന്നതിനായിട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. സ്തോത്രം. കേൾക്കുന്നുണ്ടോ? എന്റെ ശബ്ദം ക്ലിയർ ആണോ? കേൾക്കാം. കേൾക്കുന്നുണ്ടോ? താങ്ക് യു. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം ഈ സമയം വാഴ്ത്തപ്പെടട്ടെ. മിറാക്കിൾ ഹാൻഡ് ഓഫ് ജീസസും ഈ ഫെലോഷിപ്പിൽ എനിക്കും നിങ്ങളോടൊപ്പം ആയിരിക്കുവാനും എനിക്ക് സാക്ഷ്യം പറയുവാനുള്ള ഒരു അവസരം ഒരുക്കി തന്ന ഇതിൻ്റെ ചുമതല വഹിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ചില മീറ്റിങ്ങുകളിലൊക്കെ ഞാൻ ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. രാവിലെ സമയത്ത് എനിക്ക് സൂം മീറ്റിങ്ങുകൾ തമിഴ് ലാംഗ്വേജിൽ മലയാളം ലാംഗ്വേജിലൊക്കെ ഉള്ളത് കൊണ്ട് 7 മണി വരെയും ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും വരാൻ കഴിയുന്നില്ലെങ്കിലും ഇടയ്ക്കൊക്കെ എനിക്ക് വരാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ചില അഭിഷക്തന്മാരുടെ സാക്ഷ്യമെല്ലാം കേൾപ്പാൻ എന്നെയും ഇടയാക്കിയിട്ടുണ്ട്. സ്വാതന്ത്ര്യം എൻ്റെ സാക്ഷ്യത്തെക്കുറിച്ച് ആരോ ഇൻട്രൊഡക്ഷൻ ചെയ്യുകയും പ്രിയ ദൈവദാസൻ അമേരിക്കയിൽ നിന്നും എന്നെ വിളിച്ച് സാക്ഷ്യം പറയണമെന്ന് എന്നോട് പറയാനിടയായി. അങ്ങനെ തീർച്ചയായും അനേകർക്ക് അത് പ്രയോജനപ്പെടുന്നെങ്കിൽ തീർച്ചയായും സാക്ഷ്യം പറയാമെന്നുള്ള ഒരു ആഹ്വാനത്തോടെ ഞാൻ ആയിരിക്കുന്നു. ഞാൻ കൂടുതലും കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുന്നതിലാണ് എനിക്ക് വലിയ സന്തോഷം. എന്നാൽ ചിലരൊക്കെ ഇങ്ങനെ നിർബന്ധിച്ച് സാക്ഷ്യം പറയണം എന്നൊക്കെയും പറയാറുണ്ട്. സാക്ഷ്യം ധാരാളം കാര്യങ്ങൾ ജീവിതത്തിനകത്ത് സാക്ഷ്യം പറയാനുണ്ട്. പല സ്റ്റേജുകളിലൊക്കെ എനിക്ക് ഇഷ്ടംപോലെ മീറ്റിങ്ങുകളുള്ള ബന്ധത്തിലൊക്കെ ഞാൻ പോകുമ്പോഴും വചനമില്ലാതെ ഇടയ്ക്ക് ഓരോരോ ചെറിയ ചെറിയ പാട്ടുകൾ ഞാൻ എൻ്റെ സാക്ഷ്യത്തിൽ നിന്നും ചില ഭാഗങ്ങളൊക്കെ പറയുമെന്നല്ലാതെ പറയാറില്ല. പക്ഷെ എന്നാൽ ഇത് സാക്ഷ്യത്തിന് വേണ്ടി തന്നെ ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് എന്ന് ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം പറയുവാനായിട്ട് ദൈവനാമത്തിൽ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. പ്രൈസ് ഗോഡ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ പേര് എ ഗിരീഷ്, പാലക്കാട്. ഞാൻ ജനിച്ചു വളർന്നത് പാലക്കാട് തന്നെയാണ്. പ്രിയ സിസ്റ്റർ ഇൻട്രഡക്ഷനിൽ സൂചിപ്പിച്ചതുപോലെ ഹൈന്ദവ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് സ്തോത്രം 16-ാമത്തെ വയസ്സിലാണ് എനിക്ക് കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് അറിയുവാനായിട്ട് ഇടയായത്. എൻ്റെ ബാല്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം മുതൽ എൻ്റെ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ 3 മക്കളാണ് എൻ്റെ അപ്പനും അമ്മയ്ക്കും.
ഞാൻ രണ്ടാമതാണ്, മൂത്തത് സഹോദരിയാണ്, ഇളയത് എൻ്റെ സഹോദരനാണ്. 3 പേരടങ്ങുന്നതാണ് ഞങ്ങളുടെ കുടുംബം. എൻ്റെ പിതാവ് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നു, ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ്. പല ക്വാർട്ടേഴ്സുകളിലും മാറി മാറി ഞങ്ങൾ താമസിച്ചും ഒക്കെയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം ആയപ്പോൾ എൻ്റെ മാതാവിന് ത്രോട്ടിൽ ക്യാൻസർ കാണപ്പെടാനിടയായി. ആക്ച്വലി അത് അവസാനത്തെ സ്റ്റേജിലാണ് കണ്ടുപിടിച്ചത്. തൊണ്ടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് പ്രയാസം വരും. അത് കഫത്തിൻ്റെയോ തൊണ്ടയ്ക്ക് തൈറോയിഡിൻ്റെയോ ഒക്കെ പറഞ്ഞ് നിസ്സാരമായി കണ്ടു. ഇന്ന് ട്രീറ്റ്മെന്റിനൊന്നും മുമ്പോട്ട് പോയില്ല. അവസാന സ്റ്റേജ് ആയപ്പോഴാണ് ക്യാൻസറിന്റെ ലാസ്റ്റ് സ്റ്റേജ് ആയി എന്ന് തിരിച്ചറിഞ്ഞത്. ആ സമയത്ത് പല ഹോസ്പിറ്റലിലൊക്കെ റേഡിയേഷനും ട്രീറ്റ്മെന്റുമായിട്ട് എൻ്റെ മാതാവിനെ ചികിത്സയ്ക്കായിട്ട് എൻ്റെ പിതാവ് കൊണ്ടുപോകുന്നു. അപ്പോൾ അവസാനം ഡോക്ടർ കൈവിട്ടിട്ട് ഭവനത്തിൽ ബെഡ് റെസ്റ്റിലോട്ട് എൻ്റെ അമ്മ വന്നു. ഏകദേശം 3 മാസക്കാലം ബെഡ് റെസ്റ്റിൽ കിടക്കയിലായിരുന്നു. ആ സമയങ്ങളിലൊന്നും ഞങ്ങൾക്ക് ശരിയായിട്ട് വിദ്യാഭ്യാസം കിട്ടാൻ കഴിഞ്ഞില്ല. കാരണം ഞാൻ സ്കൂളിൽ പോയാൽ എൻ്റെ സഹോദരി വീട്ടിലിരിക്കണം. ഇളയ സഹോദരൻ വളരെ ചെറിയതാണ്. അപ്പം ഞങ്ങൾ മാറി മാറി അമ്മയെ നോക്കും. എൻ്റെ പിതാവ് ഹോസ്പിറ്റൽ ജോലിക്കായിട്ട് 7:30 ആകുമ്പോൾ തന്നെ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകണം. വീട്ടിലെ ആ ചെറുപ്രായത്തിൽ തന്നെ എല്ലാ കാര്യങ്ങളും വീട്ടിലെല്ലാം ചെയ്ത് എൻ്റെ അമ്മയെ ശുശ്രൂഷിച്ച് ഞങ്ങൾ മാറി മാറി ശുശ്രൂഷിക്കുന്ന പതിവാണ് എൻ്റെ ബാല്യ സമയം എന്ന് പറയുന്നത്. എൻ്റെ മാതാവ് 3 മാസം തികയുമ്പോൾ ഞാനന്ന് SSLC എക്സാമിനോട് അടുക്കുന്ന സമയമാണ്. ഞങ്ങളെയൊക്കെ കൺമുന്നിൽ വെച്ച് തന്നെ എൻ്റെ മാതാവിൻ്റെ മരണം, പിടഞ്ഞുകൊണ്ടുള്ളൊരു മരണം ഞങ്ങൾ 3 മക്കളും കണ്ടതാണ്. 6 മാസം കഴിഞ്ഞതിന് ശേഷം എൻ്റെ പിതാവ് 2ാമത് വിവാഹം കഴിച്ചു. ഞങ്ങൾക്ക് അതിൽ നിന്നും ഒത്തിരി മാനസികമായ ഭാരങ്ങൾ ഉണ്ടായി. ആ മാതാവിൽ നിന്നും ഒത്തിരി പ്രയാസങ്ങൾ ഞങ്ങൾ നേരിടേണ്ടി വന്നു. സ്തോത്രം. സങ്കടങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഞങ്ങൾ 3 പേരുടെ ഇടയിൽ തന്നെ അത് ഒതുങ്ങി. ഞങ്ങളെ ആ പ്രയാസ ഘട്ടങ്ങളിൽ പിതാവ് വന്ന് അടുത്തിരിക്കാനോ എന്താ മക്കളെ വിഷമിച്ചിരിക്കുന്നതെന്ന് ചോദിക്കാനൊന്നും ഞങ്ങളുടെ പിതാവ് അന്ന് തയ്യാറായില്ല. ഞങ്ങൾ 3 പേരും മാറി നിന്ന് തനിയെ ഇരുന്ന് കരയുന്ന ഒരു പതിവ് ആ സമയത്തുണ്ടായിരുന്നു. ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എൻ്റെ ഉദരത്തിന് ശക്തമായ പെയിൻ വരാൻ തുടങ്ങി. എൻ്റെ പിതാവിനോട് പറയാറുണ്ട്, അച്ഛാ എനിക്ക് ഉദരത്തിൽ വലിയ പ്രയാസമുണ്ട്, എനിക്ക് വയ്യ. അപ്പൊ പറയുന്നു, വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ പാരസെറ്റമോൾ എന്തെങ്കിലും ടാബ്ലറ്റ് കൊണ്ടുവന്ന് എനിക്ക് തരും. ഹോസ്പിറ്റലിൽ കാണിക്കാൻ തയ്യാറായില്ല. ഇങ്ങനെ കൂടുതൽ ദിവസങ്ങൾ എങ്ങനെ കടന്നുപോയി. അവസാനം ഞാൻ മോഷൻ പോകുമ്പോഴൊക്കെ ബ്ലീഡിങ് പോകുന്നു, ഭക്ഷണം കഴിക്കുമ്പോൾ ഛർദ്ദിക്കുമ്പോൾ ബ്ലഡ് പോകുന്നു. അവസാനം ഡോക്ടറെ കാണിച്ചപ്പോൾ ഇത് വർഷങ്ങളായി അൾസർ കുടലിനകത്ത് ബാധിച്ച് ക്യാൻസറിന്റെ സ്റ്റാർട്ടിംഗ് സ്ഥിതിയിലോട്ട് വന്നിരിക്കുകയാണ്. ഇത് വേഗത്തിൽ അതിൻ്റെതായ ട്രീറ്റ്മെന്റ് ചെയ്തില്ലെങ്കിൽ അത് കുടലിൽ മുഴുവനും ബാധിച്ച് മരണഹേതുവാകും എന്നുള്ള വിവരം ഡോക്ടർ പറയാനിടയായി. ആ സമയത്ത് എൻ്റെ ഒരു മാനസിക സ്ഥിതി ഭയങ്കരമായിരുന്നു. എൻ്റെ അമ്മ ഞങ്ങളുടെ കൺമുന്നിൽ നിന്ന് മരിച്ചതാണ്. അടിയങ്ങളുടെ എൻ്റെ അവസ്ഥ ഇതുപോലെ ആകുമോ? സമാധാനമില്ല. രാത്രിയിൽ ആ പ്രായം PDC ഫസ്റ്റ് ഇയർ പഠിക്കുന്ന സമയമാണ്. SLC പാസ്സായി അതിനുശേഷമായിട്ട് PDC ഞാൻ പഠിക്കുന്ന കാലഘട്ടം. ആ പ്രയാസം എന്നെ വളരെ ഭാരപ്പെടുത്തി. കോളേജിൽ പോകുമ്പോഴൊക്കെ എൻ്റെ മൈൻഡ് മുഴുവനും വേറൊരു ലോകത്തില. മരിച്ചു പോകുമോ, എൻ്റെ മാതാവിനെ പോലെ എനിക്കും അതുപോലെ സംഭവിക്കുമോ? ഭയങ്കര മരണഭയം എന്നെ അലട്ടിക്കൊണ്ടേയിരുന്നു. എന്നാൽ എൻ്റെ പിതാവ് അത് വലിയ സീരിയസ് ആയി എടുക്കാതെ, ട്രീറ്റ്മെന്റിന് വലിയ വിധേയപ്പെടുത്താതെ സാധാരണ ടാബ്ലറ്റും മരുന്നും കഴിച്ചുകൊണ്ട് എന്നെ മുമ്പോട്ട് കൊണ്ടുപോയി. ഓരോ ദിവസവും എനിക്ക് അസഹ്യമായ പ്രയാസങ്ങൾ, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത പ്രയാസങ്ങൾ, മാനസികമായതും ശാരീരികമായതും ഞാൻ അനുഭവിച്ചുകൊണ്ട് ദിനരാത്രങ്ങൾ കഴിയുകയായിരുന്നു. ഒരു ദിവസം ഞാൻ എൻ്റെ ഭവനത്തിൽ തനിച്ചായിരുന്നു. ഇന്ന് എനിക്ക് കോളേജിൽ പോകാൻ കഴിയാതെ തനിച്ചായിരുന്നു. ആ സമയത്ത് തൃശ്ശൂരിൽ നിന്നും ഒരു അഭിഷക്തൻ, ഒരു IPCയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട്
നിങ്ങളുടെ പാലക്കാടിൻ്റെ ഞാൻ താമസിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് പാലക്കാട് ജില്ലയില് ചിറ്റൂർ ആ ഏരിയയിലാണ് ഞങ്ങളുടെ ഭവനം എന്ന് പറയുന്നത്. അപ്പൊ ആ ദേശത്ത് ഒരു മിനിസ്ട്രിയുള്ള ബന്ധത്തിൽ ഒരു അഭിഷക്തൻ വരികയും പുതിയൊരു വർക്ക് സ്റ്റേഷനെടുത്ത് ഓരോ വീടുകളിലും പോയി സുവിശേഷം പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ആ സമയത്ത് ഞങ്ങളുടെ കോളനിയിലോട്ട് വന്നു. അവിടെ വന്ന് സുവിശേഷം ഓരോ വീടുകൾ പറയുന്നതിനിടയിൽ എൻ്റെ ഭവനത്തിൽ വന്ന് ലഘുലേഖ കൊടുത്ത് പോകാൻ ഒരുങ്ങുമ്പോൾ എൻ്റെ മുഖത്തോട്ട് അദ്ദേഹം സൂക്ഷിച്ചു നോക്കി. എന്താ മോനെ, വലിയ വിഷമത്തിലാണല്ലോ, ഞാൻ കുറച്ച് നിന്റെ അടുത്തിരിക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, തീർച്ചയായും. ഞാൻ അന്ന് ഭയങ്കര മാനസികമായ വിമിഷത്തിൽ നിൽക്കുകയാണ്. കാരണം എന്താ മോനെ വിഷമം? ഒന്നുമില്ല, ഇന്ന് എനിക്ക് സ്കൂളിൽ പോകാൻ കഴിഞ്ഞില്ല, വയറുവേദനയായിട്ട് ഇങ്ങനെ ഇരുന്നു. അല്ല മോനെ, എന്തോ മനസ്സിന് വിഷമമുണ്ടല്ലോ നിനക്ക്, എന്നോട് എന്നോട് തുറന്നു പറഞ്ഞു, ഒരു അപ്പനെ പോലെ തുറന്നു പറഞ്ഞു എന്ന് എന്നോട് പറയാനിടയായി. അദ്ദേഹം എൻ്റെ അടുക്കലിരുന്ന് ഏകദേശം 2 hours എൻ്റെ അകത്തുള്ളതെല്ലാം പറയാൻ തുടങ്ങി. എല്ലാം എൻ്റെ കുഞ്ഞു ഒന്നും കേൾക്കുന്നില്ല. സോറി. കുഴപ്പമില്ല, ഓക്കെ, ഇപ്പൊ കേൾക്കുന്നുണ്ടോ? കേൾക്കാം, കുഴപ്പമില്ല, പറഞ്ഞു. അതെ, എൻ്റെ കറണ്ട് ഓഫായി, വൈഫൈയിലായിരുന്നു, ഇപ്പൊ നെറ്റിലോട്ട് മാറ്റിയതാ. സോറി, ഇപ്പൊ വരുന്നത്. പ്രൈസ് ഗോഡ്, ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. എൻ്റെ അടുക്കൽ ഇരുന്നു കൊണ്ട് ആ അഭിഷക്തൻ ഒരു പിതാവിനോട് സംസാരിക്കുന്ന പോലെ ഞാൻ ആ ദേവദാസനോട് സംസാരിച്ചു. എൻ്റെ എല്ലാം ഞാൻ തുറന്നു. ഏകദേശം 2 hours അദ്ദേഹം എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അവസാനം അദ്ദേഹം യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞു. എൻ്റെ അകത്ത് എവിടെ നിന്നില്ലാത്തൊരു വലിയ സന്തോഷം എൻ്റെ ഹൃദയത്തിനകത്തോട്ട് വന്നു. അദ്ദേഹം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, മോനെ, അന്ന് എനിക്ക് ഓർമ്മയുണ്ട്, ഒരു മൺഡേ ആണ്, ഒരു തിങ്കളാഴ്ചയാണ് അദ്ദേഹം എൻ്റെ ഭവനത്തിൽ വന്നത്. ഒരു വെനസ്ഡേ സമയത്ത് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, അവിടെ എൻ്റെ ഭവനത്തിലോട്ട് വെനസ്ഡേ ഞങ്ങൾ അവിടെ തന്നെ ഉണ്ടാകും, വെനസ്ഡേ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ നിനക്ക് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് പ്രാർത്ഥിക്കാം, നിന്റെ ശാരീരിക രോഗത്തിന് വേണ്ടിയൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കാമെന്ന് അവിടുത്തെ പാസ്റ്റർ ആൻറ്റിയും കൂടെ പറഞ്ഞു. എനിക്കൊരു ചെറിയൊരു സൈക്കിളുണ്ട്, ഞാൻ ആ സൈക്കിളും ചവിട്ടി അവിടെ പോകുന്നു. ആ പാസ്റ്റർ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അന്ന് മൊബൈലൊന്നും ഇല്ലാത്ത കാലമാണല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞ അതനുസരിച്ച് അദ്ദേഹം എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, എവിടെയും പോകാതെ. അങ്ങനെ ഞാൻ വീട് കണ്ടുപിടിച്ച് അവിടെ ചെന്നു. അവരോട് കൂടെ ചേർന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അവിടുന്ന് അവര് എനിക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഒരു കാഴ്ച എന്നെ വളരെ ചിന്തിപ്പിച്ചു. എൻ്റെ അപ്പൻ എന്നെ അത്രമാത്രം കെയർ ചെയ്ത് ട്രീറ്റ്മെന്റിനോ മറ്റു കാര്യത്തിനോ ഒന്നും മുൻകൈ എടുക്കാത്ത സ്ഥാനത്ത് ഒരു അഭിഷക്തൻ, ഒരു പാസ്റ്റർ ഇത്രമാത്രം ഒരു അപ്പനേക്കാൾ അധികമായ ഒരു സ്നേഹത്തോടെ സ്നേഹിക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥനയിൽ സപ്പോർട്ട് ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്ക് യേശുവിന്റെ സ്നേഹത്തോട് കൂടുതൽ അടുക്കാനായിട്ട് കർത്താവിനെ സഹായിച്ചു. പ്രൈസ് ഗോഡ്. അങ്ങനെ ആ ദിവസങ്ങളിൽ, ആ ഓരോ ദിവസങ്ങളും, അതിന് അടുത്തടുത്തുള്ള ദിവസങ്ങളിൽ എനിക്ക് ഭവനത്തിനകത്ത് ഇരിക്കാൻ പറ്റുന്നില്ല. എനിക്ക് ഉടനെ ആ പാസ്റ്ററുടെ ഭവനത്തിൽ പോകണം. അവിടെ ചെന്ന് ആ പാസ്റ്ററുമായിട്ട് കുറച്ചു നേരം പ്രാർത്ഥിക്കണം എന്നൊരു വലിയ ആഗ്രഹമുണ്ടായി. അങ്ങനെ ഞാൻ നിരന്തരമായിട്ട് ഓരോ ദിവസവും ആ പാസ്റ്ററുടെ ടൈം ചോദിച്ച് സൈക്കിളിൽ പോയി ഞാൻ ആ പാസ്റ്ററോടെ ചെന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ പിതാവ് എന്നെ ശ്രദ്ധിച്ചു, നീ എവിടേക്കാ പോകുന്നത്? അപ്പം എൻ്റെ പിതാവ് അവിടുത്തെ സമുദായികത്തിൻ്റെ ഒരു സെക്രട്ടറി പോസ്റ്റിലുണ്ട്. അപ്പം ഞാനിങ്ങനെ പോകുന്നത് എവിടെയാണെന്നൊക്കെ കാര്യമായിട്ട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇങ്ങനെ ചർച്ചിലാണ്. അപ്പം നമുക്ക് അങ്ങനെയൊന്നും പോകാൻ അനുവദനീയമല്ലല്ലോ മകനെ, നീ എന്തിനാ അങ്ങോട്ട് അങ്ങനെ പോകുന്നത്? എപ്പോഴെങ്കിലും മാത്രം പോയാൽ മതി, അതിനകത്ത് അധികം നിൽക്കണ്ട എന്നങ്ങനെ പറഞ്ഞു. ആ ഒരു ഓർഡിനറി ആയിട്ട് ഒരു മൗനസമ്മതം എൻ്റെ അപ്പനിൽ നിന്നും ആ സമയത്തുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഓരോ കോളേജ് 2ാം വർഷം പഠിക്കുന്നു. 2ാം വർഷം പഠിക്കാനായിട്ട് ഒരുങ്ങുന്നു. എൻ്റെ ഉദരത്തിനകത്തുള്ള പ്രയാസം അല്പല്പമായി കുറയുന്നു.
ആമേൻ. ഒരു ഫാസ്റ്റിംഗ് പ്രയർ മൂലമായിട്ട് എൻ്റെ ഉദരത്തിൽ നിന്നുള്ളതായ ആ രോഗം കംപ്ലീറ്റ് എൻ്റെ ശരീരത്തിൽ നീങ്ങി മാറുന്നത് ഞാൻ അനുഭവിച്ചു. അന്ന് ആ ഒരു അനുഭവത്തിൽ ഞാൻ എന്നെ തന്നെ ഡെഡിക്കേറ്റ് ചെയ്തു. എൻ്റെ ജീവിതത്തിൽ സമാധാനം തന്ന, എൻ്റെ ജീവിതത്തിൽ ഒരു ജീവനിലോട്ട് തിരിച്ചു വരാനുള്ളൊരു അവസരം ദൈവം ഒരുക്കി എന്ന് ഓർത്ത് അത് ഈ യേശുവിൽ കൂടെയുള്ള ഒരു ഭാഗ്യം എൻ്റെ ജീവിതത്തിൽ വന്നു എന്നുള്ളതായ ആ ഒരു ബോധ്യം എൻ്റെ ജീവിതത്തിലോട്ട് കർത്താവ് തന്നപ്പോൾ, കറണ്ട് വന്നു, സ്തോത്രം, താങ്ക് യു. ആ ബോധ്യം വന്നപ്പോൾ ഞാൻ അന്ന് ഞാൻ അന്ന് PDC കഴിഞ്ഞതിന് ശേഷമായിട്ട് എനിക്ക് എങ്ങനെയെങ്കിലും പെട്ടെന്നൊരു ജോലിയിലോട്ട് കയറണം. അങ്ങനെ എൻ്റെ അപ്പനോട് ഞാൻ ഷെയർ ചെയ്തപ്പോൾ എൻ്റെ അപ്പൻ എന്നോട് പറഞ്ഞു, എങ്ങനെയെങ്കിലും ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് നീ പഠിക്കുക, അവിടെ കൊണ്ട് ചേർത്താമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴും ഞാൻ ആ സമയം കഴിയുമ്പോൾ ഈവനിങ് ടൈം പാസ്റ്റർ ഭവനത്തിൽ പോകും, ഒരുമിച്ച് പ്രാർത്ഥിക്കും. അവധിയുള്ള സമയങ്ങളിലൊക്കെ ഓരോ വീടുകളിൽ പോയി സുവിശേഷം അറിയിക്കും. എനിക്ക് അങ്ങ് ഒരു ഭയങ്കരമായ ഉത്സാഹമായിരുന്നു സുവിശേഷം പറയാനായിട്ട്. അപ്പൊ അങ്ങനെ ആയപ്പോൾ ഒരു ചർച്ചിൽ നടന്ന ഫാസ്റ്റിംഗ് പ്രയറിൽ ഞാനും ഉപവാസം ആദ്യമായിട്ടാണ് 3 ദിവസം ഉപവസിക്കുന്നത്. ആഹാരം വിட ഞാൻ 3 ദിവസം ഉപവാസം ഇരുന്നു. അന്ന് ഒരു തൃശ്ശൂരിൽ നിന്ന് ഒരു പ്രവാചക ശുശ്രൂഷ ചെയ്യുന്ന ഒരു അഭിഷക്തൻ ആ ചർച്ചിൽ വരികയും അദ്ദേഹം എൻ്റെ തലയിൽ കൈവച്ച് എന്നോട് ആലോചന പറഞ്ഞു, മകനെ, നീ കർത്താവിൻ്റെ വേലയ്ക്കുള്ളതാണ്. ഞാൻ എൻ്റെ സമയമാകുമ്പോൾ ഞാൻ നിന്നെ വിളിക്കും, അത് നിന്നോട് വ്യക്തമായിട്ട് ഞാൻ നിന്നോട് സംസാരിക്കും. ആ സമയത്ത് നീ ഒന്നും നോക്കാതെ നീ ഇറങ്ങണം എന്ന ഒരു ദൂത്, പ്രവാചക ദൂത് ഉപവാസ പ്രാർത്ഥനയിൽ എന്നോട് പറയാനിടയായി. അങ്ങനെ ഞാൻ ഈ കോളേജ് പഠിക്കണം എന്നുള്ളൊരു ചിന്ത മാറിക്കൊണ്ടേയിരുന്നു. ദൈവം എന്നെ എപ്പോഴാണ് വിളിക്കുന്നത്, ദൈവം എന്നോട് എപ്പോഴാണ് സംസാരിക്കുന്നത് എന്നുള്ളൊരു മെന്റാലിറ്റിയിലോട്ട് ഞാൻ വന്നു. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാനും തുടങ്ങി. അങ്ങനെ ഒരു ദിവസം രാത്രിയിൽ ഞാൻ വിശ്രമിക്കുമ്പോഴാണ് എനിക്ക് കൃത്യമായിട്ട് ദൈവം തൻ്റെ ആലോചനയെ അറിയിക്കുന്നത്. നീ ഈ പഠിത്തം ബ്രേക്ക് ചെയ്ത് നിർത്തിയിട്ട് എൻ്റെ മിനിസ്ട്രിക്കായിട്ട് നീ ബൈബിൾ കോളേജിൽ പഠിക്കാനായിട്ട് ഇറങ്ങുക എന്ന് എന്നോട് കൃത്യമായിട്ടൊരു ശബ്ദം ഞാൻ കേട്ടു. ഓരോ ദിവസവും ഞാൻ കിടന്നുറങ്ങുമ്പോൾ ദർശനങ്ങൾ, സ്വപ്നങ്ങൾ കണ്ടിട്ട് ചർച്ചകൾ പ്രസംഗിക്കുന്നു, കവലകൾ പ്രസംഗിക്കുന്നു, അനേകരുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു പാസ്റ്റർ എങ്ങനെയൊക്കെ ചെയ്യുന്നു അതെല്ലാം എൻ്റെ സ്വപ്നത്തിൽ ഞാനിത് കണ്ടുകൊണ്ട് ലൈവിൽ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. എനിക്ക് സ്വസ്ഥ നഷ്ടപ്പെട്ടു. എനിക്ക് പഠിക്കാനുള്ള മൈൻഡ് പോയി. ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിൽ പോകുമ്പോൾ ടീച്ചേഴ്സിനോടൊക്കെ ഞാൻ സുവിശേഷം പറയാൻ തുടങ്ങി, സ്റ്റുഡൻസിനോട് സുവിശേഷം പറയാൻ തുടങ്ങി. അവർ എന്നെ ഫാദർ, പള്ളിയിൽ അച്ഛൻ വരുന്നു എന്നാണ് എല്ലാവരും എന്നെ കളിയാക്കിക്കൊണ്ടിരുന്നത്. ഞാനിപ്പോൾ അങ്ങനെ എനിക്കൊരു സ്വസ്ഥത നഷ്ടപ്പെട്ടു. എനിക്ക് ആഹാരം കഴിക്കുമ്പോൾ ഈ ഒരു ചിന്തയാണ്, നീ സുവിശേഷകനാണ്, നീ ബൈബിൾ കോളേജിൽ പോ എന്നുള്ള ആഹ്വാനം എന്നെ അലട്ടിക്കൊണ്ടേയിരുന്നു. അപ്പോൾ എൻ്റെ അപ്പനോട് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു അനുവാദം ചോദിക്കുക. മൗനസമ്മതം എനിക്കുണ്ടെങ്കിലും, പ്രാർത്ഥിക്കാൻ പോകാൻ മൗനസമ്മതം ഉണ്ടെങ്കിലും എൻ്റെ അപ്പനോട് ഞാൻ ഈ കാര്യം അവതരിപ്പിക്കാനായിട്ട് വന്നു. എൻ്റെ അപ്പ, ഞാൻ വളരെ വിറച്ചാ പറയുന്നത്, അപ്പ എനിക്ക് ബൈബിൾ കോളേജിൽ പോകാൻ ആഗ്രഹമുണ്ട്, ദൈവം എന്നെ വിളിച്ചിട്ടുണ്ട്, ഞാൻ അങ്ങോട്ട് പോകണം. എന്തുവാ പറയുന്നതെന്ന് ചോദിച്ചു. വീണ്ടും ചോദിച്ചു, നീ എന്തുവാ പറയുന്നേ? അപ്പോൾ എൻ്റെ അപ്പൻ അന്ന് പറഞ്ഞ വാക്കുകള് പുറത്തു പറയും, തെറി വാക്കുകളും ആ ദേശത്ത് ഉപയോഗിക്കുന്ന ഏറ്റവും ലോക്കൽ വേർഡുകൾ ഉപയോഗിച്ച് എന്നെ അപമാനിച്ച് ശപിച്ച് എന്നെ വളരെ വേദനിപ്പിച്ച് കൊണ്ടിരുന്നു. അടുത്ത ദിവസം ഞാൻ അന്ന് കേട്ട മൗനമായിരുന്നു. പിന്നെയും രാത്രി സ്വസ്ഥയില്ല. അടുത്ത ദിവസം എൻ്റെ അപ്പന് പതിരാവിലെ ഒരു 7:30 ഞാൻ എൻ്റെ അപ്പനോട് പറഞ്ഞു, അച്ഛാ, എനിക്ക് ബൈബിൾ കോളേജിൽ പോകണം, അച്ഛൻ്റെ അനുവാദം വേണം. എടാ, ഇന്നലെ നിന്നോട് ഇത്രയും പറഞ്ഞ് നീ കേട്ടില്ലടാ എന്ന് പറഞ്ഞ് അന്ന് എൻ്റെ ഒരു ബാഗ് അവിടെ ഉണ്ടായിരുന്നു. ആ ബാഗിന് ഞാൻ ചർച്ചിൽ പോയിട്ട് 2 ദിവസം പ്രാർത്ഥന കഴിഞ്ഞ് വന്ന ആ ബാഗാണ്. 2 ഡ്രസ്സും 1 പാൻറ് മാത്രമേ ഉള്ളൂ, ഒരു ഡയറിയും 1 നോട്ട്ബുക്കും പ്രാർത്ഥനാ ബുക്ക് മാത്രമേ ഉള്ളൂ. അത് വലിച്ചെടുത്ത് ഇറങ്ങിപ്പോടാന്ന് പറഞ്ഞ് തോളിൽ പിടിച്ച് തള്ളിയത് ഞാൻ ഓർക്കുന്നുണ്ട്. അന്ന് തള്ളിയതാണ്. ഞാൻ എവിടേക്ക് പോകും, എങ്ങോട്ട് പോകും എന്ന് എനിക്കറിയില്ല. ഞാൻ കുറച്ചു ദൂരം മുമ്പോട്ട് പോയപ്പോൾ എൻ്റെ അപ്പൻ തിരിച്ചു വിളിക്കുമായിരിക്കും എന്ന് പറഞ്ഞ് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ എൻ്റെ അപ്പൻ ആ ഒരു വാക്ക് പറഞ്ഞ് തള്ളിയിട്ട്, ഇനി ഈ ഭവനത്തിൽ കയറിപ്പോകരുത്, ഇനി എനിക്കൊരു മകൻ എന്നുള്ള മകനെ ഇല്ല, നീ എങ്ങോട്ടോ പോ എന്ന് പറഞ്ഞ് ശപിച്ച് എന്നെ അവിടെ നിന്നും എന്നെ വിട്ടു. ഞാൻ തിരിഞ്ഞു നോക്കി, എൻ്റെ അപ്പൻ വിളിക്കുമായിരിക്കും. എൻ്റെ അപ്പൻ വിളിച്ചില്ല. ഞാൻ നേരെ പോയത് എൻ്റെ രക്ഷയിലോട്ട് വന്ന പാസ്റ്റർ അടുക്കലായിരുന്നു.
സ്തോത്രം. ആ പാസ്റ്റർ അവിടുത്തെ പാസ്റ്റർ ഭയക്കാൻ തുടങ്ങി. കാരണം അവിടെ നിന്ന് ജനങ്ങളൊക്കെയും എതിർപ്പോടുകൂടെ തനിക്ക് ഭീഷണി വാക്കുകളെ പറഞ്ഞു അവിടെ ഒക്കെ ഭീഷണിപ്പെടുത്തുമായിരുന്നു എന്നെ ഈ വിശ്വാസത്തിലോട്ട് കൊണ്ടുവന്നതിന്. ഞാൻ ഒറ്റയ്ക്കാണ് ആ ദേശത്ത് നിന്ന് വിശ്വാസത്തിൽ വന്നത്. അതുകൊണ്ട് പാസ്റ്റർക്ക് ഭീഷണിയുണ്ട്. പാസ്റ്റർ ഭയന്നു. ഇവിടെ എത്ര താമസമില്ല നാട്ടുകാരും അവൻ്റെ വീട്ടുകാരും ഒക്കെ ഇന്ന് വന്ന് ഈ സഭയ്ക്കെതിരെ പ്രശ്നമുണ്ടാക്കുമെന്ന് ചോദിച്ച് പാസ്റ്റർക്കും ഭയമുണ്ടായി. പാസ്റ്ററും അമ്മാമിയും പ്രാർത്ഥിച്ചു. എന്നിട്ട് എന്നെ ഇടുക്കിയുടെ പ്രദേശത്തോട്ട് കൊണ്ടുവിട്ടു. അവിടുന്ന് ഒരു ദേവദാസൻ മൂലമായിട്ട് ഞാൻ പെരുമ്പാവിലുള്ള നാട്ടിലുള്ള പെരുമ്പാവിലുള്ള അഗാപ്പെ എന്നുള്ള KM ജോസഫ് IPCയിലെ KM ജോസഫിൻ അപ്പച്ചൻ്റെ സ്ഥാപനത്തിൽ ഞാൻ പഠിക്കാനായിട്ട് അവിടെ കടന്നുപോയി. എനിക്കൊന്നും അറിയില്ല. ബൈബിളിലെ കുറച്ച് കാര്യങ്ങൾ കഥകളൊക്കെ രൂപത്തിൽ അറിയാം, പ്രസംഗിക്കാൻ അറിയത്തില്ല. കണ്ണടച്ച് ആണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. കണ്ണടച്ച് 2 വാക്ക് പറഞ്ഞാൽ തന്നെ, കണ്ണ് തുറന്നാൽ തന്നെ എനിക്ക് കോൺസെൻട്രേഷൻ കിട്ടത്തില്ല. ഞാൻ അന്നേരം തന്നെ എല്ലാം മറന്നു പോകും. അങ്ങനെയായിരുന്നു എനിക്ക് പ്രസംഗിക്കാനൊന്നും അറിയില്ല, വചനം ഒന്നും അറിയത്തില്ല. ഞാൻ ബൈബിൾ സെമിനാരിയിൽ പോകാനിടയായി. അവിടെ ബൈബിൾ സെമിനാരിയിൽ കടന്നുപോയപ്പോൾ എല്ലാവരും വചനം പറയുന്നു. അതുപോലെ ആഴ്ചയിൽ ഒരു പ്രാവശ്യം ചാപ്പൽ സർവീസ് ഉണ്ട്. ബൈബിൾ സെമിനാരി പഠിച്ച അഭിഷക്തന്മാർക്കൊക്കെ അറിയാമല്ലോ, ചാപ്പൽ സർവീസിൽ അവർ പ്രസംഗിക്കണം. ഞാൻ ഇങ്ങനെ തുറന്ന് 2 മിനിറ്റ് പറയും, അന്നേരം കണ്ണടച്ച് 2 മിനിറ്റ് പറയും. കണ്ണ് തുറന്ന ഉടനെ എല്ലാം മറന്നു പോകും. എല്ലാം തയ്യാറാക്കി വെക്കും. അങ്ങനെ ഞാൻ ഒന്നും എനിക്ക് പറയാൻ, ദൈവമേ എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല, എങ്ങനെ ഇവിടെ നിന്ന് എസ്കേപ്പ് ആയാലോ, എനിക്കത് പറ്റുന്നില്ല. അത് മാത്രമല്ല, എന്നെ അലർട്ട് ചെയ്ത സാമ്പത്തിക അവസ്ഥയാണ്. എൻ്റെ അപ്പൻ എന്നെ വിട്ടതിന് ശേഷമായിട്ട് എനിക്ക് എൻ്റെ ഭൗതിക കാര്യങ്ങൾ എനിക്ക് അവിടെ നടക്കേണ്ടതായിരുന്നു. നോട്ട്ബുക്ക് ഇല്ല, ഡ്രസ്സ് 2 ജോഡി ഡ്രസ്സും ഒരു പാൻറ്റും മാത്രമേ ഉള്ളൂ. അപ്പം നോട്ട്ബുക്ക് ഇല്ലാതെ പലതവണ അധ്യാപകൻ എന്നെ എഴുന്നേറ്റ് നിർപ്പിച്ചുകൊണ്ട്, ഗിരീഷ് എന്താ നീ അലക്ഷ്യത കാണിക്കുന്നത്, എന്തുകൊണ്ടാണ്? ഞാൻ എൻ്റെ കാര്യം എനിക്ക് പറയാനായിട്ട് സാധിക്കത്തില്ല, എൻ്റെ രൂപ പോലും ഇല്ല എന്ന്. എന്നാൽ എൻ്റെ അലസതയാണെന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ഡീനായിട്ടുള്ള അവൾ എന്നെ ധാരാളം സമയത്ത് എഴുന്നേറ്റ് നിർപ്പിച്ചുകൊണ്ട് എന്നെ ദേഷ്യപ്പെട്ട് എന്നെ വഴക്ക് പറഞ്ഞിട്ടുണ്ട് പബ്ലിക്കായിട്ട്. ആ സമയത്ത് എൻ്റെ ഒരു കൂടെയുള്ളൊരു അച്ചായൻ പറഞ്ഞു, അച്ചായനാണെങ്കിൽ ഇതുപോലെ ഞെരുക്കത്തില്ല, ഒരു കാര്യം ചെയ്യും ഗിരീഷെ, താഴെ ഒരു പ്രസ് ഉണ്ട്, അവിടെ ചെന്നിട്ട് ഈ വേസ്റ്റായിട്ട് കളയുന്ന പേപ്പറുകളൊക്കെ ഉണ്ട്, അതെല്ലാം നീ കളക്ട് ചെയ്ത് കൊണ്ടുപോകാൻ ഞാൻ നോട്ട്ബുക്ക് ആക്കി തരാം എന്ന് പറഞ്ഞ്, അങ്ങനെ ഞാൻ അവിടെ നിന്ന് കളക്ട് ചെയ്ത് നോട്ട്ബുക്ക് അദ്ദേഹത്തിനൊക്കെ നോട്ട്ബുക്ക് ആക്കി തന്നു അദ്ദേഹം. അങ്ങനെ ഞാൻ ആ നോട്ട്ബുക്കിൽ പഠിച്ച് അവിടെ നിന്ന് എനിക്ക് 2 ഡ്രസ്സും മാറിയായിട്ട്, ഒരു പാൻറ് ഉണക്കിയാണ് അടുത്ത ദിവസം കയ്യിലെടുത്ത് അടുത്ത ദിവസം അത് ഇടുന്നത്. ഇങ്ങനെ ഞാൻ വസ്ത്രമില്ലാതെ ഞെരുങ്ങി എങ്ങനെ മുമ്പോട്ട് പോകും എന്ന് പറഞ്ഞ് ചിന്തിച്ചു. അങ്ങനെ 6 മാസത്തിന്റെ അകത്ത് ഞാൻ കണ്ണുനീരോടെ പ്രാർത്ഥിച്ച്, ദൈവം എനിക്ക് ആ സമയത്ത് ഒരു പ്രവചന ശുശ്രൂഷ തന്ന് എനിക്ക് അവിടെ നിന്ന് വചനം ശുശ്രൂഷിക്കാനൊക്കെ 1.5 മണിക്കൂറോളം ഞാൻ ശക്തമായി പ്രസംഗിക്കുമായിരുന്നു. ഓരോ സഭകളിൽ എന്നെ, ആ പെരുമ്പാവൂരിലുള്ള സഭകളിൽ എന്നെ പാസ്റ്റർ അയക്കും. കാരണം ശനി ഞായറും എല്ലാവരും വീടുകളിൽ പോകുമ്പോൾ എനിക്ക് വീട്ടിൽ പോകാൻ വീടില്ല, ഞാൻ അവിടെ തന്നെ ഇരിക്കും. അപ്പം പാസ്റ്റർമാരൊക്കെ ചില ചർച്ചകളിലൊക്കെ എന്തെങ്കിലും തിരക്കൊക്കെ പറയുമ്പോൾ പ്രിൻസിപ്പളെ വിളിച്ച് പറയുമ്പോൾ എന്നെയാണ് പറയുന്നത്, ഗിരീഷ് നീ അവിടെ ഇരിക്കുകയല്ല, നീ അവിടെ പോയി ആ ചർച്ചിൽ പോ, ഈ ചർച്ചിൽ പോ. ഞാൻ കൂടുതൽ ശുശ്രൂഷയിൽ എനിക്ക് കൂടുതൽ എക്സ്പീരിയൻസ് കിട്ടി. അങ്ങനെ ദൈവം എന്നെ ശുശ്രൂഷയിൽ തികവുള്ളവനാക്കി. ആ ബൈബിൾ കോളേജിൽ എന്നെ തികവുള്ളവനാക്കി. പക്ഷെ അവിടെ നിന്ന് ഞാൻ എന്ത് ചെയ്യണം ദൈവം എന്ന് ചോദിച്ചപ്പോൾ ദൈവാത്മാവ് എന്നോട് പറഞ്ഞത്, നിന്റെ സ്വന്തം ദേശത്ത് നീ അവിടെ ചെന്ന് സുവിശേഷം അറിയിക്കണമെന്ന് പറഞ്ഞത്. ഞാൻ അവിടെ തന്നെ അങ്ങനെ ഗ്രാജുവേഷൻ ചെയ്ത് ഞാൻ സ്വന്തം ദേശത്ത് സുവിശേഷ വേലയ്ക്കായിട്ട് ഞാൻ കടന്നു വന്നു. അവിടെ നിന്ന് എതിർപ്പുകളുടെ മധ്യത്തിൽ 3 തവണ അറസ്റ്റുകാരിൽ നിന്നുള്ളതായ പ്രശ്നങ്ങൾ നേരിട്ടു. എനിക്ക് ഒരു പ്രാവശ്യം കേബിൾ കമ്പി കൊണ്ട് എന്നെ കഴുത്തിൽ മുറുക്കി കൊന്നുകളയുമെടാ എന്ന് പറഞ്ഞ് ഏരിയയിൽ വരുമെന്ന് പറഞ്ഞു. അതേ ഏരിയയിൽ നിന്നു. എന്നെ കൊന്നാലും ഞാൻ ഇവിടെ തന്നെ വർക്ക് ചെയ്യും, ദൈവം എന്നെ വിളിച്ചതാണെന്ന് ഒരു ഭ്രാന്തനെ പോലെ, സുവിശേഷത്താൽ ഒരു ഭ്രാന്തനെ പോലെ ഞാൻ അവിടെ നിന്ന് വർക്ക് ചെയ്തു. ഏകദേശം 6ഓളം BJP-ക്കാരെ ഞാൻ സ്ഥാനപ്പെടുത്തി അവിടെ. എനിക്ക് അന്ന് 21 വയസ്സേ ഉള്ളൂ. 21ാമത്തെ വയസ്സിൽ 6ഓളം BJP-ക്കാരെ ഞാൻ സ്ഥാനപ്പെടുത്തി. സ്തോത്രം. അങ്ങനെ ഞാൻ IPCയോടുള്ള ബന്ധത്തിൽ 7 വർഷക്കാലം ഞാൻ അവിടെ നിന്ന് അടുത്തടുത്ത സ്ഥലങ്ങളിലൊക്കെ ഞാൻ മാറി പുതിയ സ്റ്റേഷനിൽ എടുക്കുക, വർക്ക് ചെയ്യുക, അവിടെ ഒരു സഭ ഉണ്ടാക്കുക. ഇങ്ങനെ ഞാൻ 7 വർഷത്തോളം IPCയോടുള്ള ബന്ധത്തിൽ ഞാൻ ഇവിടെ പാലക്കാടിന്റെ പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ 26ാമത്തെ വയസ്സിൽ ഞാൻ വിവാഹിതനായി. തൃശ്ശൂരിലുള്ള ഒരു വിദ്യ എന്നുള്ള സഹോദരി ഞാൻ വിവാഹം കഴിച്ചു.
അങ്ങനെ എനിക്ക് ആദ്യ കുഞ്ഞ് ഉണ്ടായി. ആ സമയത്ത് ദൈവാത്മാവ് എനിക്ക് കാസർഗോഡിൻ്റെ മണ്ണിൽ പോകാനായിട്ട് എനിക്കൊരു അവസരം ഉണ്ടായി. എനിക്ക് ഈ ഏറ്റവും ടഫായ ഏരിയകൾ എവിടെയാണ് അവിടെ പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ എൻ്റെ തൃശ്ശൂരിലൊരു അഭിഷേകത്തിനാണ് പറയുന്നത്, ഗിരീഷ് ഏറ്റവും ടഫ് എന്ന് പറയുന്നത് കാസർഗോഡ് പൊക്കോ, അവിടെയാണ് ടഫ് എന്ന് പറഞ്ഞു. ശരിയാണ്, ഞാൻ അവിടെ പോയപ്പോൾ ഞാൻ അനുഭവിച്ചു. ഇരിക്കുന്ന അശോക് പാസ്റ്റർ ഉണ്ടല്ലോ, എന്നെ അറിയാവുന്ന വ്യക്തിയാണ്. കാസർഗോഡ് വെച്ച് അദ്ദേഹം പരിചയപ്പെട്ട വ്യക്തിയാണ്. സ്തോത്രം, അദ്ദേഹത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഞാൻ അന്ന് കടന്നു പോയപ്പോൾ അതെല്ലാം അദ്ദേഹത്തിന് അറിയാം. ഞാനങ്ങനെ കാസർഗോഡ് പ്രദേശത്തിൽ 1.5 വയസ്സുള്ള മകനുമായിട്ട് ഞാൻ ഇവിടെ നിന്ന് വരികയാണ്. ഒന്നുമില്ല, ഒരു പായ് പോലും എടുക്കാനില്ല. ഒരു ബക്കറ്റും 2 കപ്പും കുറച്ച് ഡ്രസ്സുകളും 2 ബിഗ് ഷോപ്പിലെ ഡ്രസ്സുകളുമായിട്ട് അന്നത്തെ സീൻ 1.5 വയസ്സുള്ള എൻ്റെ മകനുമായിട്ട് ട്രെയിൻ കയറി കാസർഗോഡ് പോയതാ. അവിടെ എനിക്ക് ചർച്ച് ഓഫ് ഗോഡിന്റെ വർക്കാണ് എനിക്ക് അവിടെ ചെയ്യാനായിട്ട് സാധിച്ചത്. ചർച്ച് ഓഫ് ഗോഡുള്ള ബന്ധത്തിൽ ഒരു ചെറിയ സഭയുണ്ടെന്ന് പറഞ്ഞു. അവിടെ ജീവിക്കാനുള്ള എല്ലാ ചുറ്റുപാടും ഒക്കെ ഉണ്ട്, അവിടെ നിങ്ങൾ പോക എന്ന് പറഞ്ഞു. ഞാൻ ദർശനത്തോടെ പോകുന്ന അതൊന്നും ഞാൻ കാര്യമാക്കില്ല. 10-25 പേരുണ്ട്, ജീവിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരു കുഴപ്പമില്ല. അവിടെ നിന്ന് ഒരു വലിയ സഭയുണ്ടാക്കണം ഗിരീഷ് എന്നൊക്കെ പറഞ്ഞാണ് എന്നെ അവിടുത്തെ ഡിസ്ട്രിക്ട് പാസ്റ്റർ അയക്കുന്നത്. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് ഒരു സഭ എന്ന് പറയാൻ ഞാനവിടെ പോയപ്പോൾ എനിക്ക് അവരൊരു വീടെടുത്ത് തന്നു. ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോകും, ഒരു ഫാൻ പോലും ഇല്ല, ജനലുകളൊന്നും ശരിയായിട്ട് അടയ്ക്കാൻ പറ്റത്തില്ല, അത് ചില ജനലുകളൊന്നും ഇല്ല, ജനലിന്റെ പാളികളൊന്നും ഇല്ല. അപ്പൊ രാത്രിയിലൊക്കെ കിടക്കുമ്പോൾ ഈ കൊതുക് കാരണം ഫാനിന്റെ ചൂട് കൊണ്ട് അസഹ്യമായ പ്രയാസങ്ങൾ. അന്ന് എൻ്റെ മൂത്ത മകൻ 1.5 വയസ്സുള്ള സമയത്ത് അവന് ഈ കൊതുകിന്റെ പനി വന്നു, പ്ലേഗ് രോഗം. അന്ന് എൻ്റെ കുഞ്ഞ് മരണത്തോട് മല്ല് പിടിച്ചതായ സന്ദർഭങ്ങൾ കാസർഗോഡിന്റെ മണ്ണിൽ ഉണ്ടായിരുന്നു. അന്ന് ദൈവം അവനെ അത്ഭുതകരമായ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ അന്ന് പണമില്ല. ആ നിലകളിലൊക്കെ ഞെരുങ്ങിയും കഷ്ടപ്പെട്ടും ഞാൻ ആ കുഞ്ഞിനെ ട്രീറ്റ്മെന്റ് ചെയ്ത് പുറത്തു കൊണ്ടുവന്ന സന്ദർഭങ്ങൾ ഞാൻ ഓർക്കുന്നുണ്ട്. അങ്ങനെ അവിടെ ഒരു സഭ ഉണ്ടാക്കി, ചർച്ച് ഓഫ് ഗോഡിനെ ഒരു സ്ഥലം വാങ്ങിച്ച് ഒരു ഹോളൊക്കെ പണിത് നിൽക്കുന്ന സമയത്ത് എൻ്റെ വൈഫ് 2ാമത് പ്രഗ്നന്റ് ആയി. 2ാമത് പ്രഗ്നന്റ് ആകുന്ന സമയത്ത് അവൾക്ക് അസ്വസ്ഥതകൾ, സാധാരണ പ്രഗ്നന്റ് ആകുമ്പോൾ ഉണ്ടാകുന്ന അസ്വസ്ഥതകളല്ല, ഒരു വ്യത്യസ്തമായ അസ്വസ്ഥതകൾ എൻ്റെ ജീവിത പങ്കാളിക്ക് ഉണ്ടാകുന്നു. മൂത്ത പയ്യന് ഡെലിവറി ആകുമ്പോൾ ഉള്ളപ്പോൾ എനിക്കറിയാവുന്നതാണ്, ആരോഗ്യത്തോടെ ഒരു കുഴപ്പം, നോർമൽ ഡെലിവറിയൊക്കെ നടന്ന ഈ സമയത്ത് അവൾ ഡെലിവറി ആയതിനു ശേഷം തല ചുറ്റുക. ഞങ്ങൾ പ്രാർത്ഥനയ്ക്കായി പോകുമ്പോഴൊക്കെ അവളങ്ങ് വഴിയിൽ വെച്ച് തല കറങ്ങി വീടുക. ഡോക്ടറെ കാണിക്കാൻ പോകുമ്പോൾ ഹീമോഗ്ലോബിൻ 4.5 ആകുക. 4.1 ഡോക്ടർ എങ്ങനെ ഈ നിങ്ങളുടെ ഭാര്യ ജീവിച്ചിരിക്കുന്നു, അവർക്ക് എന്തെങ്കിലും ആഹാരം വാങ്ങിച്ചു കൊടുക്കുക. അന്ന് എന്തുവാ കൊടുക്കാനുണ്ട്? അന്ന് ഞാൻ ആഹാരം ഒരു ആ സഭയിലെ ഒരു വിശ്വാസി 15 കിലോ റേഷൻ അരി കിട്ടും. ഇന്നത്തെ റേഷൻ അരി ആണെങ്കിൽ കുഴപ്പമില്ല. അന്നത്തെ റേഷൻ അരി എന്ന് പറയുന്നത് ഒരു തിളപ്പീരിന് എല്ലാം അങ്ങ് കുഴഞ്ഞു പോകും, ഭയങ്കര സ്മെല്ലും ഉണ്ട്. അത് വെച്ച് ഞങ്ങൾ ഭക്ഷണം കഴിക്കുകയായിരുന്നു. പലതവണകളിൽ ഞാൻ പട്ടിണിയായിരുന്നു. 21 ദിവസമൊക്കെ ഞാൻ എൻ്റെ വൈഫിനോട് ഉപവാസം എന്ന് നുണ പറഞ്ഞ് അവൾക്ക് ആ റേഷനരിയുടെ ആഹാരവും കഞ്ഞിയും എൻ്റെ മൂത്ത മകനും അവനും ആ വൈഫിനും കൊടുക്കുമായിരുന്നു. കറികളൊന്നുമില്ല, ഇലകളിലൊക്കെ പുഴുങ്ങി കൊടുക്കും. കാരണം ചർച്ച് ഓഫ് ഗോഡ് 3000 രൂപ സപ്പോർട്ട് തരുമായിരുന്നു. അതിൽ 2500 രൂപ വാടക കൊടുക്കും. അന്ന് അശോക് പാസ്റ്റർക്ക് അറിയാം, 2500 വാടക കൊടുക്കും. അത് കഴിഞ്ഞ് സെൻട്രൽ പാസ്റ്റർ അതിൽ നിന്നും ഒരു 200 രൂപ ദശാംശം പിടിക്കും. അതിൽ 80 രൂപ കറണ്ട് ബില്ലും കഴിഞ്ഞാൽ ഒരു 50-100 രൂപയാണ് എൻ്റെ മിച്ചം. സഭയിൽ നിന്ന് കിട്ടുന്നത് ആഴ്ചക്ക് 50 രൂപ വെച്ച് 4 ആഴ്ച 200 രൂപ കിടക്കും, 200 രൂപ കിട്ടും. ഇതാണ് എൻ്റെ വരുമാനം. റേഷൻ അരിയും ഇലകൾ തിന്ന് മടുത്ത വയറ് ലൂസ് മോഷൻ ആയിട്ടുണ്ട് ഞാൻ. ആ സമയത്താണ് എൻ്റെ വൈഫ് പ്രഗ്നന്റ് ആകുന്നത്. നല്ലോണം ആഹാരം കൊടുക്കാനില്ല, അവൾ കുഴഞ്ഞ് പലതവണ വീണ് കണ്ണൊക്കെ വിളർത്തിട്ടുണ്ട്. ആ സമയത്ത് ഞങ്ങൾ ദൈവം അല്പമായിട്ട് ഭൗതിക നന്മകൾ തരാൻ തുടങ്ങി. അവിടെ ഒരു ഹോള് പണിയാനായിട്ട് ചില സ്ഥലം വാങ്ങിക്കാനായിട്ട് ചെയ്തു. അതിനുശേഷമായിട്ട് ഹോള് പണിതു. ഭൗതികമായിട്ട് അല്പമൊക്കെ ദൈവം എന്നെ മാനിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോൾ 40 ഡേയ്സ് ഞാൻ ഫാസ്റ്റിംഗ് ഇരുന്നപ്പോഴാണ് ദൈവം എന്നോട് പറഞ്ഞത്, നീ ഈ ചർച്ച് മിനിസ്ട്രി നിനക്ക് അധിക സമയമില്ല, അതുകൊണ്ട് നിനക്ക് അന്യഭാഷക്കാരുടെ ഇടയിൽ, അനേക ഭാഷക്കാരുടെ ഇടയിൽ നീ പോയി നീ ഈ ഒരു ഉണർവിൻ്റെ ദൂതുമായിട്ട് നീ പോകണം. നിന്നെ ഞാൻ അങ്ങനെയാണ് കണ്ടിരിക്കുന്നത്. സഭകളെ ഉണർത്തണം, മണവാട്ടിയായ സഭയെ ഒരുക്കുക എന്നുള്ളതാണ് നിന്റെ ലക്ഷ്യം. അതുകൊണ്ട് ഞാൻ നിന്നെ ആ നിലകൾ ഒരുക്കുമെന്ന് പറഞ്ഞ്
എന്നെ അങ്ങനെ ഒരു ആഹ്വാനം ഉണ്ടായപ്പോൾ ഞാൻ ചർച്ചെല്ലാം ക്യാൻസൽ ചെയ്ത് ഞാൻ ചിന്തിച്ചു, ദൈവമേ, ചർച്ചിൽ നിന്ന് അല്പം പച്ചപിടിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്, വരുമാനമൊക്കെ ആയി, നന്നായിട്ടൊന്ന് ജീവിക്കാൻ തുടങ്ങി. ആ സമയത്ത് ദൈവമേ, ഇവിടെ നിന്ന് മാറ്റാനായിട്ട് ആഗ്രഹിക്കുന്നല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ അടുത്ത കാര്യം എന്തൊക്കെയാണെന്നൊക്കെ ചിന്തിച്ചു. പക്ഷേ ഞാൻ പാലക്കാടിന്റെ മണ്ണിൽ വീണ്ടും തിരിച്ചു വന്നു. ചർച്ച് മിനിസ്ട്രി പൂർണ്ണമായിട്ട് എനിക്ക് വിടാൻ കഴിഞ്ഞില്ല. കുറച്ചുകൂടെ ഞാൻ അതിനകത്ത് മുമ്പോട്ട് പോയി. പതുക്കെ ഞാൻ ചർച്ചിൽ മിനിസ്ട്രി ഉള്ളപ്പോൾ തന്നെ ഞാൻ തമിഴ്നാടിൻ്റെ ഭാഗങ്ങളിൽ, ആന്ധ്രയുടെ ഭാഗങ്ങളിൽ, ബാംഗ്ലൂരിൻ്റെ ഭാഗങ്ങളിലെല്ലാം ഞാനും സുവിശേഷമായിട്ട് ഞാൻ കടന്നുപോയി. എനിക്ക് മലയാളം മാത്രമേ അറിയത്തുള്ളൂ, എങ്കിലും അവിടങ്ങളിലൊക്കെ ഞാൻ അവിടെ കടന്നുപോയി. അറിയുന്നത് പോലെ പ്രസംഗിച്ചു. അവിടെയുള്ള ചില മലയാളികളെ കിട്ടി അവരും മൂലമായിട്ടൊക്കെ ട്രാൻസ്ലേറ്റും ചെയ്തും ഈ ഓരോ ചർച്ചുകളിൽ ഞാൻ ദൈവം തന്നിരിക്കുന്ന ആലോചനകളൊക്കെ പറയാനായിട്ട് പോയി. അങ്ങനെ ചർച്ച് മിനിസ്ട്രി തുടരാൻ കഴിയാത്ത ചില പ്രായോഗിക പ്രയാസങ്ങൾ എൻ്റെ ജീവിത പങ്കാളിക്ക് നേരിടാൻ തുടങ്ങി. അവൾ ഒരു ദിവസം ഞങ്ങൾ യാത്രയിരിക്കുമ്പോൾ ശക്തമായ നെഞ്ചുവേദന അവൾ അനുഭവപ്പെട്ടു. ശരീരം അങ്ങ് കുഴഞ്ഞിട്ട് എൻ്റെ മടിയിലോട്ട് വീണു. അന്ന് ഞാൻ ആംബുലൻസിലാണ് ഞാൻ ഹോസ്പിറ്റലിലോട്ട് പോയത്. അവർ ECG എല്ലാം നോക്കി. ECGയിൽ ഒരു കുഴപ്പവുമില്ല. ബ്ലഡ് ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാനിടയായി. ഒരു കുഴപ്പവും ഒന്നുമില്ലല്ലോ എന്ന് പറഞ്ഞ് വീട്ടിലയച്ചു. പക്ഷേ അല്പം നോർമലായിട്ട് മുമ്പോട്ട് പോവുക. അപ്പോൾ ഒരു ദിവസം ഞാൻ ഒരു പ്രേയറിനായിട്ട് ഞാൻ ഫാമിലിയായിട്ട് ചെന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ ആ ഫാമിലിക്ക് വേണ്ടി ഫാമിലിയുടെ ഒരു കോട്ടേജ് മീറ്റിംഗാണ് പോയത്. എനിക്ക് ആ പ്രവചന ശുശ്രൂഷ എനിക്ക് ദൈവം തന്നതാ. അവിടെ ചെന്ന് ഞാൻ എൻ്റെ ഭാര്യയെ നോക്കി ഞാൻ പ്രവചിച്ചു. സാധാരണ എൻ്റെ ഭാര്യ നോക്കി ഞാൻ പ്രവചിക്കാറില്ല, കാരണം എൻ്റെ ഭാര്യയെക്കുറിച്ച് അല്ല എനിക്കറിയത്തല്ലോ. ഞാൻ ഭാര്യയൊക്കെ നോക്കിയിട്ട് ഞാനിങ്ങനെ പ്രവചിച്ചു, ഷെഡി 3 മാസത്തിൻ്റെ അകത്ത് പരിശുദ്ധാത്മ നിന്നോട് ഇങ്ങനെ പറയുന്നു, 3 മാസത്തിൻ്റെ അകത്ത് മരണകരമായ ഒരു ഭാരം നിന്റെ ജീവിതത്തിലോട്ട് വരും. നീ അത് ദൈവനാമത്തിന്റെ മഹത്വത്തിനായിട്ട് നിന്നെ പുറത്തെടുക്കും എന്നൊരു ദൂത ഞാൻ പറഞ്ഞു. സഭയാകെ നിശബ്ദമായി. അന്ന് ഞാൻ കഴിച്ചു. അവളങ്ങ് മൂഡ് ഓഫ് ആയി. എൻ്റെ വൈഫ്, ഞാൻ അന്ന് 2 വീലറിൽ ഞങ്ങൾ രണ്ടുപേരും തിരിച്ചു വരുമ്പോൾ അവൾ മൂഡ് ഓഫ് എൻ്റെ അടുത്ത് ചോദിച്ചോണ, ചാച്ചാ എനിക്ക് മരണം വരുമോ ചാച്ചാ? എന്താ അച്ചാച്ചൻ അങ്ങനെ പറഞ്ഞേ? അച്ചാച്ചൻ പറഞ്ഞതല്ലോ ഇതുവരെ നിറവേറിയിട്ടുണ്ടല്ലോ, എന്താണ് അച്ചാച്ചൻ എന്ന് പറഞ്ഞു. അവൾ ഇങ്ങനെ ടെൻഷൻ എന്നോട് ചോദിക്കുന്നുണ്ട്. ഇല്ല, എന്തെങ്കിലും അപകടം വരാൻ പോകുന്നത് മാറിപ്പോകുന്നതായിരിക്കും, ദൈവം എനിക്കും വെളിപ്പെടുത്തിയില്ല, ഇങ്ങനെയാ പറയാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. അതെയോ, നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ലാബിന്റെ ഡെഡിക്കേഷൻ, എൻ്റെ അറിവിലുള്ള ഒരു വിശ്വാസി അവരുടെ ലാബ് ഡെഡിക്കേഷൻ വേണ്ടി എന്നെ വിളിച്ചു. ഞങ്ങൾ രണ്ടുപേരും ലാബ് ഡെഡിക്കേഷൻ അതിരാവിലെ പോയി പ്രാർത്ഥിച്ച് ഡെഡിക്കേറ്റ് ചെയ്തിട്ട് ആ ആൻറ്റി പറഞ്ഞു, നിങ്ങൾക്ക് 2 പേർക്കും ഞങ്ങളുടെ വക ഫുൾ ബോഡി ചെക്കപ്പ് ആണ്, ഫ്രീ ആയിട്ടാണ്, പാസ്റ്റർ 1 രൂപ വേണ്ടി തരണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, നല്ലത്, കുറേ നാളായിട്ടല്ലോ ടെസ്റ്റുകളൊക്കെ നടത്തിയിട്ട്, ഇവൾക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് തലചുറ്റലും പ്രയാസമൊക്കെ ഉണ്ടല്ലോ, ഒന്ന് ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ബോഡി ചെക്കപ്പ് ചെയ്ത് ഞാൻ അന്ന് കോട്ടയത്തുള്ള കാഞ്ഞിരപ്പള്ളിയിൽ ചച്ചോക്കോടിൽ 3 ദിവസം ഉപവാസ പ്രാർത്ഥനയ്ക്ക് ശുശ്രൂഷിക്കായി പോയിരിക്കുന്ന സമയമാണ്. ഫോൺ എനിക്ക് അവിടെ വന്നു. ആൻറ്റി ഇപ്പൊ സാധാരണ ഇങ്ങനെ വിളിക്കാറില്ല, ഞാൻ പോകുമ്പം ഏതെങ്കിലും റിപ്പോർട്ടോടെ വാങ്ങിച്ചിട്ടാണ് പോകുന്നത്. പാസ്റ്റർ ഒരു കാര്യം പറയാനുണ്ട് റിസൾട്ടിനെ കുറിച്ചാണ്. ഇത് പറഞ്ഞപ്പോൾ എനിക്കാകെ ടെൻഷനായി. എന്താണ് പറയാനുള്ളത്? അപ്പോൾ പറഞ്ഞു, പാസ്റ്റർ റിസൾട്ട് എല്ലാം ഓക്കെയാണ്, ആൻറ്റിയുടെ റിസൾട്ടിന് കുറച്ച് പ്രയാസമുണ്ട്, ആൻറ്റിയുടെ കിഡ്നിക്ക് പ്രയാസമുണ്ട്, ക്രിയാറ്റിൻ ലെവൽ 4.8 ആണ്. എന്താ ആൻറ്റി, എന്തെങ്കിലും പ്രയാസമുണ്ടോ? ഒന്നും അവർ പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല. പക്ഷെ അവർക്കത് അറിയാം എന്താണെന്ന്. ഒന്നും പറഞ്ഞില്ല, ഒരു കുഴപ്പമില്ല, ആദ്യം ഡോക്ടറെ കാണിക്കുക എന്ന് പറഞ്ഞു. എനിക്കങ്ങ് ആ ശുശ്രൂഷ പൂർത്തീകരിക്കാൻ കഴിയാത്ത നിലകൾ എനിക്ക് ടെൻഷനായിരുന്നു. എൻ്റെ വൈഫിന് എന്താണെന്നുള്ള ചിന്ത ഓടി വന്നു. ഉടനെ തന്നെ പാലക്കാട് വള്ളുവനാട് ഹോസ്പിറ്റലാണ് ആദ്യം കൊണ്ടുപോയത്. വള്ളുവനാട് ഹോസ്പിറ്റലിൽ ചെന്നിട്ട് അവിടെ എൻ്റെ വൈഫിനെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു കിഡ്നി സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ സ്കാൻ ചെയ്തിട്ട് റിസൾട്ട് ഡോക്ടറെ കയ്യിൽ കൊടുത്തു. ഡോക്ടർ പറഞ്ഞു എന്നെ മാത്രം വരാൻ പറഞ്ഞു, വൈഫ് അവിടെ ഇരിക്കട്ടെ വരാൻ പറഞ്ഞു. എന്നോട് മാത്രമായിട്ട് എനിക്ക് ഒറ്റയ്ക്ക് വിളിച്ചപ്പോഴേ എനിക്ക് എന്തോ ഒരു പ്രയാസം ഉണ്ട് എന്ന് തോന്നി. ഡോക്ടർ പറഞ്ഞു, ഗിരീഷ്, നിങ്ങളുടെ വൈഫിൻ്റെ കിഡ്നി 2 ഫെയിലായിരിക്കുകയാണ്, ക്രോണിക് ആയിരിക്കുകയാണ്. അതങ്ങ് ചുരുങ്ങി 70% ചുരുങ്ങി, ചെറിയൊരു ശതമാനം മാത്രമേ വർക്കിംഗ് ഉള്ളൂ. എത്രയും വേഗം ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യണം. കയ്യിൽ ഫിസ്റ്റൂൾ ഇടണം. ഫിസ്റ്റൂൾ ഇട്ടാൽ 3 മാസത്തിന് ശേഷമേ ഡയാലിസിസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് കഴിയുമെങ്കിൽ ഈ ആഴ്ച തന്നെ വന്ന് ഫിസ്റ്റൂൾ ഇടണം. ഞാനങ്ങ് സ്തംഭിച്ചു നിന്നു, എന്ത് ചെയ്യണമെന്ന് അറിയാതെ. കാരണം ഞങ്ങൾ അങ്ങനെ സന്തോഷത്തോടെ ഹാപ്പിയോടെ ഇരുന്ന ആ സന്ദർഭത്തിൽ ഇതെന്താ ഇങ്ങനെ എന്നൊരു ഭയങ്കരമായ ഒരു അസ്വസ്ഥത. എൻ്റെ വൈഫിനെ അവർ കൗൺസിലിംഗ് സെക്ഷനിൽ വിളിച്ചു. വൈഫിനോടും ഈ കാര്യം അവർ ഓപ്പൺ ആയിട്ട് പറഞ്ഞു, കൗൺസിലിംഗ് ചെയ്ത് പറഞ്ഞു. അങ്ങനെ ഫിസ്റ്റൂള ഇട്ട്
ഞങ്ങൾ ഡയാലിസിസ് ആരംഭിച്ചു. എൻ്റെ വൈഫ് മൂഡ് ഓഫ് ആണ്. എൻ്റെ വൈഫ് ഒരു വേറെ ലോകത്തിലാണ്. അവൾക്ക് കുഞ്ഞിനെ ശ്രദ്ധിക്കാൻ തോന്നുന്നില്ല. കൂടുതലും അവൾ വേറൊരു ലോകത്തിലാണ്. അവൾ മരിച്ചു പോകുമെന്ന് എന്നെ ഇടയ്ക്കിടയ്ക്ക് ഞെട്ടി രാത്രിയിലൊക്കെ എഴുന്നേക്കും. അവൾ അസഹ്യമാണ്. അവൾക്ക് മെന്റലി അവൾ ഭയങ്കരമായ ഫീലിംഗ് അനുഭവിക്കാൻ തുടങ്ങി. അതെനിക്ക് മാറിയെന്ന് ഞാനത് അറിയുന്നുണ്ട്. എടി സൗഖ്യമാകും, ഭാരപ്പെടേണ്ട, ദൈവം നമുക്ക് കിഡ്നി മാറ്റിവെക്കാം. ഞാനപ്പോൾ ഇങ്ങനെ പബ്ലിഷ് ചെയ്തിരുന്നു. അപ്പം 1-2 പേര് മുമ്പോട്ട് വന്നു. അപ്പോൾ കിഡ്നി ഡയാലിസിസ് ചെയ്യുന്ന സമയത്ത് ഒരു മാസം വലിയൊരു ഭാരിച്ച തുക വേണമായിരുന്നു. അപ്പം ഞാനിങ്ങനെ വെളിയിൽ ടീമിൻ്റെ പ്രവർത്തനമൊക്കെ ആയിട്ട് പോകും. അവിടെ നിന്ന് കിട്ടുന്നതൊക്കെ കൊണ്ടുവന്ന് ഞാൻ ഡയാലിസിസ് കൊടുക്കുമായിരുന്നു. പല ഡയാലിസിനും പൈസ തികയാതെ വരുമ്പോൾ പുള്ളിക്കാരി പറയും, ചാച്ചാ ഞാൻ ടാക്സ് പിടിച്ചൊന്നും പോകുന്നില്ല, ഞാൻ തനിയെ പോകും. ഞാനിപ്പം അവൾ തനിയെ ബസ് കയറി ഡയാലിസിസ് കഴിഞ്ഞിട്ട് സാധാരണ ലൈൻ ബസ് കയറി വീട്ടിലോട്ട് വന്ന് അവൾ കുഞ്ഞുങ്ങൾക്ക് 2 പേർക്ക് ആഹാരം ഉണ്ടാക്കി കൊടുത്ത് ആണ് അവൾ ഓരോ ദിവസവും മുമ്പോട്ട് പോയിരുന്നത്. ഞാനിപ്പോൾ വെളിയിലാണ്, എൻ്റെ ടീമിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം വെളിയിൽ ചെയ്യുമായിരുന്നു. അങ്ങനെ ഇവൾ തൻ്റെ ശരീരത്തെ മറന്ന് അവൾ കൂടുതലും ആ കാര്യങ്ങളൊക്കെ മെനേഴ്സ് കൊണ്ടുപോയി. കുഞ്ഞുങ്ങളുടെ കാര്യം ആലോചിച്ചും അവരുടെ കാര്യം എന്താകും എന്ന് പറഞ്ഞു ഓരോ ദിവസവും അവൾ എന്നോട് പറഞ്ഞ് ഭാരപ്പെട്ടും കരഞ്ഞും കൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു വ്യക്തി കിഡ്നി ഞാൻ കൊടുക്കാൻ വരാമെന്ന് പറഞ്ഞ ഒരു വ്യക്തി മുമ്പോട്ട് വന്നു. അന്ന് ചർച്ചകളിൽ വർക്ക് ചെയ്യുമ്പോൾ അവർ ചില സാമ്പത്തികമായ സഹായങ്ങളൊക്കെ മുമ്പോട്ട് വന്നു. എനിക്ക് സർജറി ചെയ്യാനായിട്ട് അല്പമായിട്ടുള്ള ഒരു പൈസ വന്നു. അപ്പോൾ ഞാൻ ചിന്തിച്ചു, ആ പൈസ ഈ ഡൊണേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് കൊടുക്കാം. അപ്പൊ അവര് തകർച്ചയുള്ള കുടുംബം മുമ്പോട്ട് വന്നത് എന്ന് പറഞ്ഞ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവരും മുമ്പോട്ട് വന്നു. അങ്ങനെ ഞാനും അവര് കിഡ്നി ക്രോസ് മാച്ച് ചെയ്യണം. ക്രോസ് മാച്ച് അമൃത ഹോസ്പിറ്റലാണ് ക്രോസ് മാച്ച് ചെയ്യാനായിട്ട് കടന്നുപോയത്. അവിടെ ക്രോസ് മാച്ച് ചെയ്യാനായിട്ട് തയ്യാറായപ്പോൾ അത് 1-2 ടെസ്റ്റിൽ തന്നെ ഡോക്ടർ പറഞ്ഞു, ഇത് റിജക്റ്റഡ് ആണ്, അവരെ ക്രോസ് മാച്ചിൽ അവര് സെറ്റാകുന്നില്ല എന്ന് പറഞ്ഞ് റിജക്റ്റഡ് ആണെന്ന് പറഞ്ഞു. ഇത് കേട്ട മാത്രയിൽ എൻ്റെ ജീവിത പങ്കാളി അവള് കരയാൻ തുടങ്ങി. എനിക്ക് അവളുടെ പ്രതീക്ഷകളൊക്കെ മാറി. ഞാൻ പറഞ്ഞു, സാരമില്ല, നമുക്ക് വഴി ഉണ്ടാകും. അപ്പോൾ ഓരോ ദിവസവും ഡയാലിസിസ് കഴിഞ്ഞു പോകുമ്പോൾ ഡോക്ടർ ബോഡി ചെക്കപ്പിലൂടെ പറയാറുണ്ട്, ഇനി അധികം മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല ഗിരീഷ്, ഇനി അധികം മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല, അതുകൊണ്ട് എത്രയും വേഗം കിഡ്നി മാറ്റിവെച്ചേ പറ്റൂ. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഞാൻ ഇങ്ങനെ മുറിക്കകത്തിരുന്ന് കരയുന്നു, പ്രാർത്ഥിക്കുന്നു. ആ സമയത്ത് പരിശുദ്ധാത്മാവിനോട് ഇങ്ങനെ പറഞ്ഞു, ഒരാളുകൾ സംസാരിക്കുന്ന പോലെ, ഗിരീഷ്, നീ അവളുടെ ഭർത്താവല്ലേ, നീയും ഭാര്യയും ഒരു ശരീരമല്ലേ, അതുകൊണ്ട് നിന്റെ ഒരു കിഡ്നി നിന്റെ ജീവിത പങ്കാളിക്ക് കൊടുക്കുക. എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് എന്താണെന്ന് പോലും ഞാൻ പണ്ടെപ്പോഴും നോക്കിയിട്ടുണ്ട്. അതെനിക്ക് നിശ്ചയവുമില്ല. എ പോസിറ്റീവ് ആണോ അതോ ഓ ആണോ എന്നൊക്കെ ഒരു സംശയം എൻ്റെ ജീവിതത്തിലുണ്ട്. അപ്പൊ എനിക്ക് കൺഫേം ഇല്ല. അപ്പൊ ഞാൻ എൻ്റെ ധാരണ, ദൈവമേ, ഗ്രൂപ്പ് മാറിയാൽ അതെങ്ങനെ സെറ്റാകും, അങ്ങനെ ചിന്തയുണ്ട്. അപ്പൊ ദൈവം പറഞ്ഞു, ഇല്ല, നിനക്ക് കൊടുക്കാൻ കഴിയും, നീ കൊടുക്കാൻ തയ്യാറാണെന്ന് ചോദിച്ചു. അപ്പം പരിശുദ്ധാത്മാവിന് മുമ്പിൽ ഞാൻ അന്നേരം തന്നെ ഡെഡിക്കേറ്റ് ചെയ്തു, ഞാൻ അവളുടെ ഭർത്താവ്, ഞാൻ അവളെ പൂർണ്ണമായിട്ട് സ്നേഹിക്കുന്നു, അതുകൊണ്ട് നിശ്ചയമായിട്ട് ഞാൻ കർത്താവ് പറഞ്ഞതനുസരിച്ച് ഞാൻ എൻ്റെ കിഡ്നി കൊടുക്കാമെന്ന് പറഞ്ഞു. അന്ന് എൻ്റെ കുഞ്ഞിന്, എൻ്റെ ഇളയ കുഞ്ഞ് ശാരീരികമായ ഒത്തിരി പ്രയാസത്തിലൂടെ കടന്നു പോകുന്ന സമയം, സ്തോത്രം, ആഹാരം കഴിക്കാൻ കുഞ്ഞിന് ബുദ്ധിമുട്ട്, സംസാരിക്കാൻ ബുദ്ധിമുട്ട്, എഴുന്നേറ്റ് നടക്കാൻ ബുദ്ധിമുട്ട്. കാരണം ഈ ഡെലിവറി സമയത്ത് എൻ്റെ കുഞ്ഞിനും ഇവൾ കിഡ്നി പേഷ്യൻ്റ് ആയിരുന്നു, അത് അറിയുന്നില്ല. അവന് ഇൻഫെക്ഷൻ വരുന്നു. അതിനെക്കുറിച്ച് പറയാൻ ഒരു വലിയൊരു സാക്ഷ്യം തന്നെയുണ്ട്. ഞാൻ ഈ സമയത്ത് അതൊന്നും പറയാനുള്ള സമയം എനിക്ക് എടുക്കാൻ കഴിയുന്നില്ല. എൻ്റെ കുഞ്ഞിനും അതിനിടയിൽ പ്രയാസം നേരിട്ടുകൊണ്ടിരിക്കുന്നു. എൻ്റെ ജീവിത പങ്കാളിയുടെ ഈ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ഞാൻ മുൻതൂക്കം കൊടുത്ത് ഞങ്ങൾ മുമ്പോട്ട് പോകുകയാണ്. അങ്ങനെ ഞാൻ അതിൻ്റെ കാര്യങ്ങളായിട്ട് മുമ്പോട്ട് പോകുന്നു. ക്രോസ് മാച്ചിനായിട്ട് വിധേയപ്പെടുന്നു. എൻ്റെ ഭയം എന്ന് പറയുന്നത്, ഈ ക്രോസ് മാച്ചിൽ റിജക്റ്റ് ആയാൽ എന്ത് ചെയ്യും ദൈവമേ എന്ന് പറഞ്ഞ് ഞാൻ ഭാരപ്പെട്ട് നിൽക്കുന്ന ഒരു സന്ദർഭം. ആ സമയത്ത് എനിക്കുള്ളിൽ ദൈവം പറഞ്ഞതല്ലേ, അത് മാറില്ലല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ക്രോസ് മാച്ചിന് തയ്യാറായി. അതിൻ്റെ എല്ലാ ക്രോസ് മാച്ചും ഡോക്ടറെ അടുത്ത് കാണിക്കുമ്പോൾ ഡോക്ടർ പറയും, ഓക്കെ ആണോ ഗിരീഷ്, ഓക്കെയാണോ പറയും. എല്ലാത്തിനും ഇത് ഫിറ്റ്നസ് വാങ്ങണം. കിഡ്നി നമ്മൾ കൊടുക്കുമ്പോഴും നമ്മുടെ ശരീരത്തെയും കിഡ്നി കൊടുക്കുമ്പോൾ നമുക്ക് ആരോഗ്യം കിട്ടുമോ എന്ന് നോക്കാൻ അവനവൻ്റെ ഫിറ്റ്നസ് കൂടെ നോക്കണം. ആ ഫിറ്റ്നസ് നോക്കുമ്പോൾ ഞാനും ഓക്കെയാണ്, എൻ്റെ ശരീരത്തിന് കൊടുക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല എന്ന് ഡോക്ടർ എല്ലാ വിഭാഗങ്ങളും ഫിറ്റ്നസ് വാങ്ങിച്ചു. അവസാനം
ആമേൻ. 2022 മാർച്ച് മാസം 16 എൻ്റെ റൈറ്റ് കിഡ്നി എൻ്റെ വൈഫിന് ഡൊണേറ്റ് ചെയ്തു. ആ ഡൊണേറ്റ് ചെയ്ത് അവൾ ജീവനിലോട്ട് തിരിച്ചു വരുന്നു. അവൾക്ക് ഭയങ്കര സന്തോഷം. അവളുടെ ജീവിതത്തിലോട്ട് തിരിഞ്ഞ് കുഞ്ഞുങ്ങളുമായിട്ട് ജീവിക്കാൻ പറ്റും എന്ന സന്തോഷത്തോടെ മുമ്പോട്ട് വന്നു. പക്ഷെ എൻ്റെ കിഡ്നിക്കകത്ത് കൊടുത്ത സമയത്ത് എനിക്ക് ചില കോംപ്ലിക്കേഷൻ ആരംഭിക്കാൻ തുടങ്ങി. വാസ്തവത്തിൽ കിഡ്നി ഡൊണേറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഡോക്ടർ എന്നോട് പറഞ്ഞിരുന്നു, ഗിരീഷ്, നിന്റെ കിഡ്നിയിൽ സാധാരണ ആൾക്കാരുടെ കിഡ്നി പോലെയല്ല, കിഡ്നിക്ക് കുഴപ്പമൊന്നുമില്ല, നല്ലത് തന്നെയാണ്, കൊടുക്കുന്നതിനും കുഴപ്പമില്ല, ബട്ട് നിന്റെ കിഡ്നിക്ക് ഔട്ടിൽ 6 വെർട്ടിക്കിളാണ് പോകുന്നത്. 6 രക്തക്കുഴൽ ഔട്ടിൽ പോകുന്നുണ്ട്. സാധാരണ എല്ലാവർക്കും 1 വെർട്ടിക്കിളാണ് പുറത്തു പോകുന്നത്. അപൂർവം ചിലർക്ക് 2 ഉണ്ട്, നിനക്ക് 6 എണ്ണം പുറത്തു പോകുന്നുണ്ട്. അതുകൊണ്ട് അത് റിമൂവ് ചെയ്ത് കിഡ്നി എടുത്ത് കൊടുക്കുമ്പോൾ പിന്നീട് ചില കോംപ്ലിക്കേഷൻ ഒക്കെ ഫേസ് ചെയ്യേണ്ട വരുമല്ലോ എന്ന് അന്ന് പറഞ്ഞിരുന്നു. അത് ഞാൻ ദൈവം പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞ് മുമ്പോട്ട് പോയി. എന്നാൽ അതിനുശേഷം എനിക്ക് പലവിധമായ അസ്വസ്ഥതകൾ ഉദരത്തിനകത്ത് ഉണ്ടാകാൻ തുടങ്ങി. ചില നാളുകൾ മുമ്പോട്ട് പോയി. അതും വെച്ച് ഞാൻ മിനിസ്ട്രിക്ക് പോയിക്കൊണ്ടേയിരുന്നു. 1.5 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ നോർത്ത് മിനിസ്ട്രിയുള്ള ബന്ധത്തിൽ ഛത്തീസ്ഗഡിന്റെ ഭാഗങ്ങളിലൊക്കെ പോയിട്ട് ഞാൻ വരുമ്പോൾ ആ സമയത്ത് എനിക്ക് ഡെങ്കു ഫീവറായിട്ടാണ് വരുന്നത്. ഡെങ്കിപ്പനിയായിട്ട് വരുന്നു. എനിക്ക് വളരെ അസ്വസ്ഥതയായിട്ട് ഞാൻ വരുന്നത്. ഞാൻ ഭവനത്തിലോട്ട് വന്നു. ഡെങ്കി ഫീവറായിട്ട് വന്നപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾക്കും എൻ്റെ വൈഫിനും ഒക്കെ അത് പടർന്നു. എനിക്കാകെ ഭയം തുടങ്ങി. ഡോക്ടർ പറഞ്ഞു, ഒരു ചെറിയ പനി പോലും വരാതെ സൂക്ഷിക്കണേ. ഞങ്ങളുടെ എല്ലാവരുടെയും വൈഫിൻ്റെ പനി മാറി, പക്ഷെ കഫം മാറുന്നില്ല. സാധാരണ അങ്ങനെ ഞാൻ അടുത്തുള്ള ഡോക്ടറെ അവരെ ഫോൺ വിളിക്കുമ്പോൾ പറയുന്നു, അടുത്തുള്ള ഡോക്ടറെ കാണിക്കുക, എല്ലാപ്പോഴും ഇവിടെ വരണമെന്നില്ല, കാണിക്കെന്ന് പറഞ്ഞ് അങ്ങനെ കാണിച്ചുകൊണ്ടിരുന്നു. പക്ഷെ കഫം മാറുന്നില്ല. ഇവിടെ അങ്ങ് താടയുടെ ഭാഗത്തൊരു നീർക്കെട്ട് വരുന്നു. അപ്പൊ പല്ല് ഡോക്ടറെ കാണിക്കുന്നു. പല്ല് ഡോക്ടർ പറഞ്ഞു പല്ലിന് കുഴപ്പമൊന്നുമില്ല. ഇയർ ഡോക്ടറെ, ചെവിയുടെ ഭാഗത്തല്ലേ വരുന്നത്, അപ്പൊ ഈ ചെവിയുടെ ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞു. ചെവിയുടെ ഡോക്ടറെ കാണിച്ചിട്ട് ചെവിയുടെ ഡോക്ടർ കുറേ മരുന്നുകൾ വെക്കുന്നു. ചെവിയുടെ ഡോക്ടർ പറഞ്ഞു ഇതാണ് ഈ മൈഗ്രെയിൻ്റെ സ്റ്റാർട്ടിങ് ആണെന്ന് പറഞ്ഞു. മൈഗ്രെയിൻ്റെ കുറേ മരുന്നുകൾ കഴിക്കാൻ തുടങ്ങി. എന്തെന്ന് അറിയുന്നില്ല. ഇതിങ്ങനെ അവള് അവശതയായിക്കൊണ്ടിരിക്കുകയാണ്. അവൾക്ക് ഇതിൽ നിന്നും പുറത്തു വരാൻ കഴിഞ്ഞില്ല. അവൾ ഓരോ ദിവസവും ശരീരത്തിന് പ്രയാസം നേരിട്ടുകൊണ്ടിരിക്കുന്നു. അപ്പം എനിക്ക് മിനിസ്ട്രിക്ക് ഓരോ സ്ഥലത്ത് പറഞ്ഞു വെച്ച മിനിസ്ട്രി ടീമായിട്ട് പോയി ചെയ്യുകയാണ്. അപ്പം ഭാര്യയോട് പറഞ്ഞു, എടി ഞാൻ ടീമായിട്ട് പോവുകയാണ്, ഞാൻ പോട്ടെ. അപ്പോൾ പറഞ്ഞു കുഴപ്പമില്ല അച്ഛാ, എനിക്ക് അതൊക്കെ ഞാൻ മിനിസ്ട്രി ചെയ്ത് പൊക്കോട്ടെ എന്ന് പറഞ്ഞു. ഞാൻ മിനിസ്ട്രിക്ക് പോകുന്ന സമയത്ത് 1ാമത്തെ ദിവസം കഴിഞ്ഞു. 10 ദിവസത്തെ മിനിസ്ട്രിക്കാണ് പോകുന്നത് ടീം വർക്കായിട്ട്. 1 കഴിഞ്ഞ് 2ാമത്തെ ദിവസവും കഴിഞ്ഞ് 3ാമത്തെ ദിവസം ഞാൻ വേറൊരു ഏരിയയിലിട്ട് പോകുമ്പോൾ എൻ്റെ ഭവനത്തിൽ നിന്നൊരു കോൾ വന്നു. അച്ചാച്ചാ, എൻ്റെ കണ്ണിൻ്റെ ഒരു കാഴ്ച, ഒരു കണ്ണിൻ്റെ കാഴ്ച അച്ചാച്ച കുറഞ്ഞു പോകുന്നു. അച്ചാച്ച എന്താ അച്ചാച്ച എന്ന് പറഞ്ഞു തരാമെന്ന്. ഇല്ല മോളെ, അത് ഈ കണ്ണിൻ്റെ ചൂടൊക്കെ അല്ലേ കണ്ണിൻ്റെ തന്നെ, നീ പേടിക്കണ്ട, അവിടെ ഇരിക്കുക. അവള് വൈകുന്നേരം ആകുമ്പോൾ പറഞ്ഞു, അച്ചാച്ച എനിക്ക് ചെറിയൊരു പാട പോലെ മാത്രമേ ഒരു കണ്ണിന് കാണുന്നുള്ളൂ അച്ചാച്ച, എന്താണ് അച്ചാച്ച? അവളങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് മുമ്പോട്ട് പോകാനുള്ള ഇത് വരുന്നില്ല, അടുത്ത മിനിസ്ട്രിക്ക് പോകാൻ തോന്നുന്നില്ല. ഞാൻ അന്നേരം തന്നെ തിരിച്ച് ഭവനത്തിലോട്ട് വന്നു. നേരെ ഞാൻ എൻ്റെ വൈഫിനെ കൊണ്ട് അങ്കമാലിയിലുള്ള ലിറ്റിൽ ഫ്ലവർ, കണ്ണിന്റെ പ്രശ്നമാണല്ലോ എന്ന് പറഞ്ഞ് വിളിച്ചു വെച്ചപ്പോൾ അടുത്ത ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു. അങ്കമാലിലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു. അങ്കമാലിലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു. 2 ദിവസം സിറോയിഡ് പോലെ എന്തൊക്കെയോ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവൾ പറഞ്ഞു, അച്ചാച്ച എൻ്റെ അടുത്ത കണ്ണിനും കാഴ്ച കുറഞ്ഞു വരുന്ന അച്ചാച്ച. എന്താ അച്ചാച്ച എന്ന് പറഞ്ഞു. അപ്പൊ അവള് ഇല്ല, അത് മാറിക്കോളും, സിറോയിഡ് കൊടുക്കല്ലേ, ഡോക്ടർ മാറിക്കോളും എന്ന് പറഞ്ഞു. ഉച്ചയാവുന്ന സമയത്ത് അച്ചാച്ച കാണാൻ പറ്റുന്നില്ലല്ലോ, അച്ചാച്ചനെ കാണാൻ പറ്റും, 2 കണ്ണും കാഴ്ച പോയിക്കൊണ്ടിരിക്കണല്ലോ അച്ചാച്ച, എന്താ അച്ചാച്ച എനിക്ക്? എൻ്റെ വൈഫ് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇല്ല. അപ്പൊ എനിക്ക് കൈകൾ വിറയ്ക്കാൻ തുടങ്ങി. ഞാൻ ഡോക്ടറോട് പറഞ്ഞു. ഡോക്ടറിന് മാറി നിന്നു. ഇത് കണ്ണിന് ഞങ്ങൾക്കൊന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, നിങ്ങൾ അരവിന്ദ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, ഞങ്ങൾക്കൊന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അങ്ങോട്ട് പോകുന്ന സമയത്ത് എൻ്റെ വൈഫ് പറഞ്ഞു, എന്നോട് കാറിലെത്തി പറഞ്ഞു, അച്ചാച്ച എൻ്റെ 2 കണ്ണിനും കാഴ്ചയില്ല അച്ചാച്ച. അച്ചാച്ചന് ഒരു ഗ്ലാസ് ചായ ഇട്ട് കൊടുക്കാൻ എന്നെ കൊണ്ട് കഴിയില്ലല്ലോ, എനിക്ക് കാഴ്ച തിരിച്ചു കിട്ടുമോ അച്ചാച്ച എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അരവിന്ദ് ഹോസ്പിറ്റലിൽ പോയാൽ തീർച്ചയായും തിരിച്ചു കിട്ടും, നിനക്ക് ഒരു കുഴപ്പവും വരില്ല കേട്ടോ, ധൈര്യമായിരിക്കുന്നു പറഞ്ഞ് എൻ്റെ തോളിൽ കിടന്നുകൊണ്ട് അവള് അരവിന്ദ് ഹോസ്പിറ്റലിലോട്ട് പോവുക. അരവിന്ദ് ഹോസ്പിറ്റലിൽ കടന്നുപോയി. അന്ന് ഡോക്ടർ
അന്നേരം തന്നെ ബ്രെയിൻ അവർക്ക് നോക്കിയപ്പോൾ തന്നെ പറഞ്ഞു ഇത് കണ്ണിൻ്റെ അല്ല, ന്യൂറോയാണ്, നേരെ ന്യൂറോ. കോവൈ മെഡിക്കൽ എന്നുള്ള ഹോസ്പിറ്റൽ, കോയമ്പത്തൂരിലുള്ള കോവൈ മെഡിക്കൽ, ഞങ്ങൾക്ക് പാലക്കാട് അടുത്താണ്, അവിടെ കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ അവിടെ കോവൈ മെഡിക്കലിൽ കൊണ്ടുപോകുന്നു. അവിടുത്തെ ന്യൂറോളജിസ്റ്റ് വന്നിട്ട് കുറേ ടെസ്റ്റുകൾ എഴുതാൻ പറഞ്ഞു. MRI പോലെയുള്ളത് എടുത്തിട്ട് വൈകുന്നേരം റിസൾട്ട് കൊണ്ടുവന്നു. പറഞ്ഞു വൈഫിന് ബ്രെയിനിലോട്ട് ബാധിച്ചിരിക്കുക, ഇൻഫെക്ഷൻ ബാധിച്ചിരിക്കുക, ബ്രെയിനിലെ കോശങ്ങളൊക്കെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. രാവിലെ വരാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ രാവിലെ സമയത്ത് അവൾക്ക് എന്തെങ്കിലും കാപ്പി കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഞാൻ വരുന്ന സമയത്ത് ഒന്ന് ശരീരമൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്, അവളുടെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. ആദ്യം ചുരിദാറിൻ്റെ ടോപ്പ് ഇട്ട് കൊടുത്തു. അതിനുശേഷം ഞാൻ ചുരിദാറിൻ്റെ പാൻറ് ഇട്ട് കൊടുക്കുക. പാൻറ് ഇട്ട് കൊടുക്കുമ്പോൾ അവൾ എന്നോട് പറയാം, അച്ചാച്ചാ 2 കാലിനും ഇട്ടതാ, 1 കാലിനും മാത്രം ചുരിദാറിട്ട് കാലിട്ട് തന്നിരിക്കുന്നത്. എന്താ അച്ചാച്ചാ 2-ലിട്ടതാ? എടി ഞാൻ 2-ലിട്ട് വന്നിട്ടുണ്ടോ, നീ എന്താ ഇങ്ങനെ പറയുന്നത്? 2 കാലും ചുരിദാറിന്റെ പാൻറിനകത്താണല്ലോ, നീ എന്താ ഇങ്ങനെ പറയുന്നത്? ഇല്ല അച്ചാച്ച, എന്തിനാ അച്ചാച്ച ഇങ്ങനെ നോണ പറയുന്നേ എന്ന് പറഞ്ഞ് അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഞാൻ അവളുടെ കാലിലൊക്കെ ഇങ്ങനെ നുള്ളാൻ തോന്നി. വേദനയുണ്ടോ എന്ന് ചോദിച്ചു. നുള്ളുവോ? എന്നെ നുള്ളിയില്ലല്ലോ അച്ചാച്ചൻ എന്ന് പറഞ്ഞു. പറഞ്ഞു അവളുടെ ഒരു കാലിന്റെ ഭാഗം അങ്ങ് പാരലിസ് ആകുകയായിരുന്നു. എനിക്കങ്ങ് കൈകാലം വിറയ്ക്കാൻ തുടങ്ങി. ദൈവം എന്താണ് ഇത് സംഭവിക്കുന്ന അറിയില്ല. 2 കണ്ണും സ്പോട്ടിൽ ഔട്ടായി, ഒരു വലത് കാല് ഔട്ടായി. ഡോക്ടർ പറഞ്ഞു രക്ഷയില്ല, ഇതിന്ന കാര്യമാണ്, ബ്രെയിൻ മൊത്തം അൺകോൺഷ്യസിലോട്ട് പോയാണ്. എൻ്റെ വൈഫ് ഇമോഷൻ എല്ലാം മാറി, ഇമോഷൻ ഇല്ല. അവള് എന്നോട് എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട്, എന്നോട് പറയാം. അപ്പം ഞാൻ റെസ്റ്റ് റൂമിലൊന്നും പോകാൻ പറ്റത്തില്ല, അവളെ പറ്റില്ല. അച്ചാച്ചാ എന്നെ റെസ്റ്റ് റൂമിലൊന്ന് കൊണ്ടുപോകാം. എടി നിന്നെ എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും? നീ കിടക്കല്ല, നിന്റെ ശരീര പ്രയാസമല്ലേ, നീ ബെഡിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞപ്പോൾ, ഇല്ല അച്ചാച്ചാ എന്നെ എടുത്തോണ്ട് പോയി എന്നെ റെസ്റ്റ് റൂമിൽ കൊണ്ടുപോകണം, എൻ്റെ ഇതാണെന്ന് പറഞ്ഞു. ഞാനങ്ങനെ അവളെ എടുത്തോണ്ട് പോയി എൻ്റെ ആഗ്രഹം അച്ചാച്ച എന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് അവളെ എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. കാരണം എനിക്കും ശരീരത്തിന് അസ്വസ്ഥതയുണ്ട്. അതും തോളിൽ വെച്ച് റെസ്റ്റ് റൂമിൽ കൊണ്ടുവന്നുകൊണ്ട് അവസാനം ഡോക്ടർ പറഞ്ഞു, ഇനി ഓരോ ദിവസവും ഒരു ദിവസത്തെ ബില്ല് 80,000 80,000 രൂപ ICUയുടെ ആ ഒരു ബില്ലും കാര്യങ്ങളും. അപ്പം മുമ്പോട്ട് ട്രീറ്റ്മെന്റ് എൻ്റെ കയ്യിൽ 1 രൂപ പോലും ഇല്ല. കിട്ടുന്നല്ല അവിടുന്ന് ഇവിടുന്നൊക്കെ കടം വാങ്ങിച്ച് ബാധ്യത കൂട്ടിക്കൊണ്ടിരിക്കുക, മുമ്പോട്ട് പോകാനും വഴിയില്ല. അപ്പം ഡോക്ടർ പറഞ്ഞു, ഇനി പാലിയേറ്റീവ് കെയർ മാത്രമേ ഉള്ളൂ, ഇനി രക്ഷയില്ല. അങ്ങനെ ഞാൻ എൻ്റെ വൈഫുമായിട്ട് പാലിയേറ്റീവ് കെയറിങ് ആയിട്ട് ഞാൻ അവിടെ നിന്ന് വരികയാണ്. വരുമ്പോഴൊക്കെ സ്തോത്രം, പാലിയേറ്റീവ് കെയർ ആ ഡോക്ടർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് എത്ര വർഷം ഇങ്ങനെ നിൽക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. 6 or 7 വർഷം വരെ ഇങ്ങനെ നിൽക്കാറുണ്ട് അൺകോൺഷ്യസ് ആയിട്ട്, അറിയില്ല. അപ്പോൾ ഇവള് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഇവളുടെ ഓരോ ആഗ്രഹങ്ങൾ പറയുന്നുണ്ട്. അച്ചാച്ചാ എനിക്ക് ഇളനീര് വേണം, എനിക്ക് ചിക്കൻ പൊരിച്ചത് വേണം എന്നൊക്കെ ഇവളിങ്ങനെ ആംബുലൻസിൽ പോകുമ്പോൾ പലതും പറഞ്ഞുകൊണ്ടിരിക്കുക, ഇന്ന ആഗ്രഹം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അവസാനം പാലക്കാടുള്ള ഒരു ഹോസ്പിറ്റൽ, പാലന ഹോസ്പിറ്റൽ കേട്ടിരിക്കും, അവിടെ പാലിയേറ്റീവ് കെയറിനായിട്ട് കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ എൻ്റെ വൈഫ് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ മക്കളെ കാണണം, എൻ്റെ മക്കളെന്തേ റോയ്സ് എന്തേ? അപ്പം ഞാൻ എന്നെ അന്നേരം തന്നെ പിള്ളേരെ വിളിച്ചുകൊണ്ട് പിള്ളേരെ വരാൻ പറഞ്ഞു. മക്കളെ, മമ്മി പോകാൻ സമയമായി. അതുവരെ അറിയിച്ചിട്ടില്ല. മമ്മി കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ അറിയിച്ചിട്ടില്ല. അവസാനം മക്കളെ അറിയിച്ചു, മമ്മി പോകാൻ സമയമായി, മക്കളെ വാ. അവരങ്ങ് സ്തംഭിച്ച പോലെയായി. അവരവിടെ വന്നു. ഞാൻ പറഞ്ഞു, മമ്മിയെ മുമ്പിൽ കരയരുത്, ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞു. അവരൊന്നും അതുപോലെ പാലിച്ചു അവിടെ നിന്നു. പക്ഷെ എന്നാലും അവർ കരഞ്ഞു. പക്ഷെ അവള് കുഞ്ഞിനെ മൂത്തവനെ വിളിച്ചിട്ട് ചോദിച്ചു, എടാ കഴിഞ്ഞ വ്യാഴാഴ്ച ഉള്ള സയൻസ് എക്സാം നീ എഴുതിയായിരുന്നോടാ, എങ്ങനെയുണ്ടായിരുന്നു? കോമ സ്റ്റേജില്ല. പക്ഷെ അവള് ചോദിച്ചു ഇങ്ങനെ. അവൾ കരയുന്നില്ല, കുട്ടികളെ വിട്ടു പോവുകയാണെന്നോ ഒന്നും അറിഞ്ഞില്ല, അവൾ കരയുന്നില്ല. അവൾ ചിരിച്ചുകൊണ്ടാ ഇങ്ങനെ നിൽക്കുന്നത്. എടാ നന്നായി പഠിക്കണം കേട്ടോ, എക്സാം എന്തായി? അപ്പൊ ഞാൻ മാറി നിന്ന് മോനോട് ചോദിച്ചു, മോനെ അങ്ങനെ സയൻസ് എക്സാം ഉണ്ടായിരുന്നോടാ? അപ്പൊ അവൻ പറഞ്ഞു, അതെ പപ്പ, കഴിഞ്ഞ വ്യാഴാഴ്ച സയൻസ് എക്സാം ഉണ്ടായിരുന്നു. കുഞ്ഞുങ്ങളുടെ ഓരോ പൾസും അവളുടെ ബ്രെയിനിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നു. അവൾ ആ ബ്രെയിനിൽ നിന്ന് എടുത്ത് അവൾ കറക്റ്റായിട്ട് പറഞ്ഞു. അവൾ എങ്ങനെ അവസാനം പറഞ്ഞു, നാളെ ഞാൻ മരിക്കും, ഞാൻ പോവുക,
അവൾ എന്തോ ഒരു അബ്നോർമലാ പറയുന്നത്. പിന്നെ പറയുന്നു, അച്ചാച്ച ഞാൻ സൗഖ്യമാകും. ഞാൻ അച്ചാച്ചൻ്റെ കൂടെ എപ്പോഴും ഫ്രണ്ടില് സീറ്റിൽ ഞാനിരിക്കും. എന്നെ വീട്ടിൽ കഴിഞ്ഞ പ്രാവശ്യം പോലെ എന്നെ വീട്ടിലിരുത്തിട്ട് പോകാൻ പാടില്ല. കാരണം എപ്പോഴും ഡയാലിസിസ് കാര്യം, അതുകൊണ്ട് അവളെ ദൂരെ ഒന്നും കൊണ്ടുപോകാൻ പാടില്ല. കിഡ്നി മാറ്റി വെച്ചതുകൊണ്ട് എവിടെയും കൊണ്ടുപോകാൻ പാടില്ല. ഒരു റൂമിനകത്ത് വളരെ കെയർഫുൾ ആയിരിക്കണം. അത് കഴിഞ്ഞ അതുപോലെ എന്നെ റൂമിനകത്ത് ഇരുത്തരുത്, എന്നെ ഫ്രണ്ട് സീറ്റിൽ തന്നെ ഇരുത്തണം. എൻ്റെ അച്ചാച്ചൻ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കും. അവളുടെ ആ വാക്കുകൾ അവസാന സമയമാകുമ്പോൾ അവൾ ആഴമേറി അവളുടെ ഉള്ളിലുള്ളതെല്ലാം അവൾ പറയാൻ തുടങ്ങി. അത് അൺകോൺഷ്യസിലാണെങ്കിലും അവളുടെ എന്തോ ഒരു നോർമൽ അവളിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. അവസാനം അവള് പറഞ്ഞു, ഞാൻ മരിക്കും അച്ഛാ, ഞാൻ പോവുക, ഞാൻ ഒരു ദിവസമേ ഉണ്ടാകത്തുള്ളൂ. ഏതോ ഒരു അൺകോൺഷ്യസിൽ പറയുക. അന്ന് രാവിലെ ഞാനൊന്ന് ക്യാൻറ്റീനിൽ പോയിട്ട് അവൾക്ക് എന്തെങ്കിലും വാങ്ങിക്കാന്ന് പറഞ്ഞിട്ട് പോവുക. അപ്പോൾ ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന എൻ്റെ വലിയമ്മ എന്നെ വിളിച്ചു, ഗിരീഷ് വേഗം വാ, അവൾക്ക് ശ്വാസം വലിക്കുന്നു, ആഞ്ഞു വലിക്കുന്നു, ഓടി വാ എന്ന് പറഞ്ഞു. ഞാൻ അന്നേരം കാപ്പിയൊന്നും വാങ്ങിക്കാതെ പരിസരം മറന്ന് ഓടി വന്നപ്പോൾ അവൾ അവസാനത്തെ ശ്വാസം വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോരോ പാട്ടുകൾ പോയിക്കൊണ്ടേയിരിക്കുന്നു. അടുത്ത കാല് പോകുന്നു. രണ്ട് കൈയും എൻ്റെ കൺമുന്നിൽ വെച്ച് തന്നെ പാരലിസ് ആകുന്നു. കൈ ചലിക്കാൻ പറ്റുന്നില്ല. പിന്നെ അവൾ കഴുത്തിട്ട് ഇങ്ങനെ അടിക്കുന്നുണ്ട്. ബ്രെയിൻ മാത്രം വർക്ക് ചെയ്യുന്നുണ്ട്. ബാക്കി എല്ലാ ഭാഗവും മൊത്തം ഓരോ ഭാഗങ്ങൾ പാർട്സ് പോവുകയാണ്. രാവിലെ 7:30 മുതൽ അവൾ നിലവിളിക്കാൻ തുടങ്ങിയിട്ട് വൈകുന്നേരം 7:30 വരെ അവൾ കാറി നിലവിളിച്ച് എൻ്റെ മുൻപിൽ കിടന്ന് നിലവിളിച്ച് പെടഞ്ഞുകൊണ്ടാണ് എൻ്റെ ജീവിത പങ്കാളി കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്രമിക്കാനായിട്ട് കടന്നുപോയത്. ഞാൻ അവളെ കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് എൻ്റെ കുഞ്ഞുങ്ങളെയും ദൈവകാര്യങ്ങളെ ഏൽപ്പിച്ച് അവൾക്ക് നല്ലൊരു അടക്കം കൊടുത്ത് ആമേൻ മുമ്പോട്ട് പോകുന്നു. ബന്ധുമിത്രാദികളെല്ലാം ഒരാഴ്ച വരെ കൂടെ ഉണ്ടായിരുന്നു. അടക്കമെല്ലാം കഴിഞ്ഞ സമയത്ത് എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കാൻ ആരുമില്ല. എൻ്റെ അപ്പനും അമ്മയും ഒക്കെ മരിച്ചു പോയതാ. കുഞ്ഞുങ്ങളെ നോക്കാൻ ആരുമില്ല. എങ്ങനെ മുമ്പോട്ട് പോകും? അവസാനം എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, എടാ റെസിഡൻസി സ്കൂൾ ഇവിടെ ഉണ്ടല്ലോ, നീ അവനെ കൊണ്ടുപോവാ, ഇവിടെ താമസിപ്പിക്കാം, നീ മിനിസ്ട്രിക്കൊക്കെ പോകുക, ഇവിടെ സ്റ്റഡിയും ഉണ്ട്, അതുകൊണ്ട് ഞങ്ങളുടെ മക്കളെ പോലെ നോക്കാം, നീ ഇടയ്ക്കിടയ്ക്ക് വന്നാൽ മതി. അപ്പം ഞാൻ ചിന്തിച്ചു, ശരിയായിരിക്കും. കാരണം ഇങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കേണ്ടതല്ലോ, എനിക്കൊരു ശുശ്രൂഷ ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ആ കാര്യം ചെയ്യാമെന്ന് പറഞ്ഞ് ഞാൻ മനസ്സുകൊണ്ട്, എനിക്കറിയില്ല, എൻ്റെ കർത്താവിൻ്റെ സ്നേഹം കൂടുതൽ ആ പ്രയാസത്തിന് മധ്യത്തിൽ കർത്താവിൻ്റെ സ്നേഹം എൻ്റെ അകത്തോട്ട് വന്നു. ഇങ്ങനെ പറഞ്ഞു. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ വിളിച്ചുകൊണ്ട് വന്ന് പറഞ്ഞു, മക്കളെ, പപ്പ ഒരു കാര്യം പറയുക, മക്കളെ വേറെ ഒന്നും തിരിച്ചു പറയരുത്, തിരിച്ചു വിഷമമൊന്നും ചിന്തിക്കരുത്, പപ്പ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, ഇങ്ങനെയല്ലാതെ വേറെ വഴിയില്ല മക്കളെ. എന്താ പപ്പ പറയാന്ന് പറഞ്ഞു. 2 മക്കളെ വിളിച്ചിട്ട് പറഞ്ഞു, മക്കളെ, പപ്പ ഇങ്ങനെ എൻ്റെ ഫ്രണ്ടിൻ്റെ ഇവിടെ കൊണ്ടുവിടാൻ പോവുകയാണ്, അവിടെ തന്നെ സ്കൂളുമുണ്ട്, അവൻ നിനക്ക് പഠിക്കാനൊക്കെ പറ്റും, പപ്പ ഇടയ്ക്കിടയ്ക്ക് വരാൻ കേട്ടോ എന്ന് പറഞ്ഞു. അത് കേട്ടോണ്ട് 2 പേരുടെ മുഖം അങ്ങ് വാടിപ്പോയി. പറയട മോനെ എന്ന് പറഞ്ഞു മൂത്തവനോട് ചോദിച്ചോടാ, പറയട മോനെ. അപ്പൊ അവൻ പറയുന്നു, പപ്പയെ ഞങ്ങൾ 2 പേരെയും കൊന്നുകളാ, ഞങ്ങളുടെ മമ്മിയുടെ അടുത്ത് പോട്ടെ, പപ്പയ്ക്ക് ഞങ്ങളൊരു ബുദ്ധിമുട്ടാണെങ്കിൽ ഞങ്ങൾ പോവാം. ഇത് ഒരിക്കലും ആ വാക്ക് ഞാൻ ഒരിക്കലും ആ കുഞ്ഞുങ്ങളിൽ നിന്നും അത് പ്രതീക്ഷിച്ചില്ല. കാരണം എൻ്റെ മക്കൾ അതുവരെ അങ്ങനെ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു വാക്ക് അങ്ങനെ ഒരു ചിന്തയൊന്നും അവർക്ക് പറയാനുള്ളതില്ല. പക്ഷെ അവരെങ്ങനെ പറഞ്ഞു എന്നും ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. ഞാൻ കൊച്ചുകളെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, മക്കളെ, പപ്പ എവിടേക്കും പോകത്തില്ല, കർത്താവിന്റെ വേല നമുക്ക് വീട്ടിലിരുന്നും ചെയ്യാൻ പറ്റുമല്ലോ, അതുകൊണ്ട് മക്കളെ വീട്ടിൽ പോകാൻ എനിക്ക് പറ്റത്തില്ല എന്താന്ന് പറഞ്ഞ് ഞാൻ മക്കളെ കെട്ടിപ്പിടിച്ചത് അവരെ മുഖം സന്തോഷമായി. പപ്പ ഉറപ്പാണോ? സത്യം ചെയ്യും പപ്പ. അങ്ങനെ ഞാൻ പ്രോമിസ് ചെയ്ത്, തലയിൽ തൊട്ട് പ്രോമിസ് ചെയ്തിട്ട് ഞാൻ അവിടെ തന്നെ നിന്ന് കർത്താവിന്റെ വേല ചെയ്യാൻ ആരംഭിച്ചു. അങ്ങനെ ഞാൻ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. എനിക്ക് എവിടെയെങ്കിലും പോയാൽ എന്തെങ്കിലും കിട്ടത്തുള്ളൂ. ഒരുവിധം നന്നായിട്ട് പോയിക്കൊണ്ടിരുന്നത്, അശോക് ബ്രദറിനൊക്കെ അറിയാം, ഒരുവിധം നന്നായിട്ട് തന്നെ ഞാൻ പോയിക്കൊണ്ടിരുന്നത്, ഒരു കുറവുമില്ലാതെ. ആഹാരത്തിനോ മറ്റു കാര്യങ്ങളോ ഒരു കുഴപ്പമില്ല. നന്നായിട്ട് മിനിസ്ട്രി ഉണ്ട്, നന്നായിട്ടുണ്ട്. പലരും സഹായിക്കുമായിരുന്നു, കൂടെ പലരും ഉണ്ടായിരുന്നു, അവരൊക്കെ എനിക്ക് സഹായിക്കാൻ കഴിഞ്ഞുമായിരുന്നു. ആ സമയത്ത് എൻ്റെ ടീം, സോയി ലൈറ്റ് മിനിസ്ട്രീസ് എന്നുള്ള ടീം മൊത്തം പിരിഞ്ഞുപോയി. അവരവരുടേതായ വഴിക്ക് പോയി. എനിക്ക് ടീമില്ലാതെയായി, ശുശ്രൂഷ കിട്ടാതെയായി.
മിനിസ്ട്രിക്ക് പോകാൻ കഴിയാതെ വീട്ടിൽ തന്നെ ഇരിക്കേണ്ട അവസ്ഥ വന്നു. വാടക കൊടുക്കാൻ വഴിയാ, കുഞ്ഞുങ്ങളുടെ ആഹാരകാര്യം, പഠനം എല്ലാം ഉണ്ട്. സ്തോത്രം. ആ സമയത്ത് കൊറോണ സമയത്തായതുകൊണ്ട് ഞാൻ അന്നൊരു ദിവസത്തെ സൂം മീറ്റിംഗ് ചെയ്യുമായിരുന്നു. ഞാൻ ഡെയിലി മന എന്നുള്ള ഫെലോഷിപ്പിന്റെ പേരിൽ ഒരു സൂം മീറ്റിംഗ് ഞാൻ 5 മിനിറ്റ് നിർത്താം, എൻ്റെ സമയം കഴിഞ്ഞു. സൂം മീറ്റിംഗ് ഞാൻ ചുരുക്കുമ്പോൾ സൂം മീറ്റിംഗ് അന്ന് ഞാൻ തുടങ്ങി. രാവിലെയും വൈകിട്ടുമായിട്ട് സൂം മീറ്റിംഗ് തുടങ്ങി. കുറച്ച് പേര് വരുമായിരുന്നു. കാരണം എനിക്ക് ശുശ്രൂഷിക്കാതിരിക്കാൻ പറ്റില്ല. കുഞ്ഞുങ്ങൾ ആഹാരം കൊടുത്തിരിക്കുന്നതിനേക്കാൾ എനിക്ക് കർത്താവിന്റെ വചനം പറയണം, 10 പേരുടെ മുമ്പിലെങ്കിലും പ്രസംഗിക്കണം. അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ ശുശ്രൂഷ ഒരുക്കി. ഞാൻ ചെറിയ വീട്ടിലോട്ട് മാറ്റി, ചെറിയ വാടക വീട്ടിലോട്ട് മാറി. എനിക്ക് മുമ്പോട്ട് പോകാൻ കഴിയാത്ത ചില സാഹചര്യങ്ങൾ വന്നു. കുഞ്ഞുങ്ങൾ നോക്കിയിട്ട് അങ്ങ് മുമ്പോട്ട് പോകുന്നു. അതിനുശേഷം എൻ്റെ ശരീരത്തിൽ മുമ്പ് ഡോക്ടർ പറഞ്ഞ അസ്വസ്ഥത വീണ്ടും എനിക്ക് വന്നു. എൻ്റെ ആ ഭാഗത്ത് 6 കുടലുകളും താഴോട്ട് ഇറങ്ങി. എൻ്റെ വയറങ്ങ് ഒരു സൈഡിലോട്ട് തിരിഞ്ഞു. എനിക്ക് ശ്വാസം മുട്ടൽ അനുഭവിക്കാൻ തുടങ്ങി. ലിവറിന് ചെറിയ ബുദ്ധിമുട്ട് വരാൻ തുടങ്ങി. ഷുഗർ സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് അസ്വസ്ഥ, ശരീരം വരിഞ്ഞു മുറുകുന്ന പോലെ അസ്വസ്ഥത. എനിക്ക് പ്രസംഗിക്കുമ്പോഴൊക്കെ കിതപ്പ് വരിക, അധികം നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വരിക. ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞു, ഇത് കുടലിറങ്ങി മൊത്തം, അതുകൊണ്ട് ഒരു സർജറി കൂടെ വേണം. സർജറി നടന്നത് 1.5 മാസത്തിന് മുമ്പാണ്. 1.5 മാസം മുമ്പ് സർജറി നടന്ന് ഞാൻ അന്ന് ഡോക്ടർ പറഞ്ഞു, നീ റെസ്റ്റ് എടുക്കണം, സംസാരിക്കരുത്, ഒച്ചത്തിൽ ഒന്നും സംസാരിക്കരുതെന്ന് പറഞ്ഞു. അങ്ങനെ ആ സർജറി കഴിഞ്ഞ് റെസ്റ്റ് പീരീഡിലാണ് ഞാൻ എൻ്റെ വയറിന് 2 ബെൽറ്റ് കെട്ടിട്ടാണ് ഞാൻ ഇരുന്ന് നിങ്ങളോട് സാക്ഷ്യം പറയുന്നത്. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളുമായിട്ട് വാടക വീട്ടിലിരിക്കുന്നു. സൂം മീറ്റിങ്ങുകൾ മാത്രമാണ് ചെയ്ത് മുമ്പോട്ട് പോകുന്നത്. ശുശ്രൂഷയ്ക്കായിട്ട് എനിക്ക് പലരും വിളിക്കാൻ എനിക്ക് പോകാൻ സാധിക്കത്തില്ല. എൻ്റെ ശാരീരിക സ്ഥിതി എനിക്ക് അനുവദനീയമല്ല. എൻ്റെ കുഞ്ഞ് +2 കഴിഞ്ഞു. അവൻ ഇടയ്ക്കൊക്കെ അവൻ്റെ മമ്മി പറയും, നീ ഒരു നഴ്സാകണം കേട്ടോ, നീ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണം കേട്ടോ, മമ്മി ഒത്തിരി ഹോസ്പിറ്റലിൽ കിടന്നാ, നീ അനേകരെ ശുശ്രൂഷിക്കണം കേട്ടോ. അപ്പം അവൻ്റെ മനസ്സിലും അത് വന്നു, എനിക്ക് നേഴ്സാകണമെന്ന്. അപ്പം അവനും അങ്ങനെ പറഞ്ഞു. അങ്ങനെ ഞാൻ ദൈവകരങ്ങളിൽ അവൻ സയൻസ് എടുത്ത് പഠിച്ച് ഇപ്പോൾ ജയിച്ച് മുമ്പിൽ വന്നിരിക്കുക. എന്നാൽ അടുത്ത സ്റ്റെപ്പ് എന്തെന്ന് അറിയില്ല. അവൻ പറഞ്ഞത് നഴ്സിംഗ് ആണ്. എൻ്റെ സാഹചര്യത്തിൽ എനിക്ക് അങ്ങനെയൊന്നും ചിന്തിക്കാൻ പറ്റത്തില്ല. അവൻ എപ്പോഴും പറഞ്ഞു, പല സ്ഥലത്തും കൊടുത്തിട്ടുണ്ടെങ്കിലും ഗവൺമെന്റിലും ഒക്കെ കിട്ടാൻ സാധ്യത കുറവെങ്കിലും ദൈവം അവൻ്റെ ആഗ്രഹം നിവർത്തിക്കുമെന്ന് ഞാൻ വിശ്വസിച്ച് മുമ്പോട്ട് പോകുന്നു. ഇളയ കുഞ്ഞ് 7ാം ക്ലാസ്സിലോട്ട് പോകുന്നു. അവന് ശാരീരികമായ ഒത്തിരി ചില ബലഹീനതകളൊക്കെ ഉണ്ട്, മാഷക് ബ്രദറിനൊക്കെ അറിയാം. എങ്കിലും 2 കുഞ്ഞുങ്ങളുമായിട്ട് സൂം മീറ്റിംഗ്, സോയി വിഷൻ എന്നൊരു മീറ്റിങ്ങിന്റെ പേര്, ഞാൻ ഈ സൂം മീറ്റിംഗ് യൂട്യൂബ് ലൈവിലോട്ട് ഇങ്ങനെ സ്ട്രീം ചെയ്തുകൊണ്ട് ഞാൻ ആ ഒരു സെറ്റിങ്സിലാണ് എൻ്റെ ഫ്രെയിം കാണുന്നത്. ഞാൻ എപ്പോഴും സൂം മീറ്റിംഗ് നടക്കുമ്പോൾ ലൈവിലോട്ട് സ്ട്രീം ചെയ്യുന്ന രീതിയിലാണ് ഞാൻ അങ്ങനെ ചെയ്തിരിക്കുന്നത്. അതാണ് ഫ്രെയിമിൽ അങ്ങനെ കാണുന്നത്, സോയി വിഷൻ എന്ന്. അപ്പോൾ ആ നിലകളിൽ ഞാൻ വരുന്നു, മുമ്പോട്ട് പോകുന്നു. ദൈവം എനിക്ക് അത്ര ആയുസ് എന്ന് എനിക്കറിയില്ല, പക്ഷെ ദൈവം തരുന്ന ആയുസിൽ ഞാൻ കർത്താവിന് വേണ്ടി നിൽക്കും. 7ഓളം മീറ്റിംഗ് ആണ് എൻ്റെ ഈ ഫിസിക്കലി പ്രയാസത്തിൽ ഞാൻ ചെയ്യുന്നത്. 7 മീറ്റിങ്ങുകളാണ്. തമിഴ് ലാംഗ്വേജിലും മലയാളം ലാംഗ്വേജിലും ഞാൻ ചെയ്യുന്നുണ്ട്. എനിക്ക് ഒരേ ഒരു ആഗ്രഹം, കുഞ്ഞുങ്ങൾ എന്നുള്ളൊരു വിഷയം മാത്രമേ എൻ്റെ മുഖത്ത് ഭാരമുള്ളൂ. കാരണം എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ കുഞ്ഞുങ്ങൾ എന്താകും? എൻ്റെ മിനിസ്ട്രി ഞാൻ ഏകദേശം നല്ലോണം ചെയ്തിട്ടുണ്ട്. ഞാൻ പൗലോസ് പറഞ്ഞ പോലെ നല്ലപോലെ വരുത് ഓട്ടം തിരിച്ച് വിശ്വാസം കാത്തു നീതി എന്ന് കേട്ടു. എനിക്ക് നല്ല മിനിസ്ട്രി ഞാൻ ചെയ്തിട്ടുണ്ട്. ആശോപരനെ ഒത്തിരി മിനിസ്ട്രി ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഞാനിപ്പോൾ ചിന്തിക്കുന്നത് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഭാവി, അത് മാത്രമേ എൻ്റെ മുമ്പിലുള്ളൂ. ശുശ്രൂഷ ചെയ്യുമ്പോൾ തന്നെ അവരേതെങ്കിലും എത്തിലാക്കണം. ദൈവം തരുന്ന ആയുസ് ഈ മുറിക്കകത്താണ് ഞാൻ ഇപ്പോഴും. ഈ ഒരു ഏരിയ പോർഷനാണ്. എങ്കിലും അനേകർക്ക് പ്രയോജനപ്പെടുന്ന നിലകളിൽ ശുശ്രൂഷിക്കുവാനായിട്ട് എന്നെയും കർത്താവ് ഉപയോഗിക്കുന്നു ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. എനിക്കിങ്ങനെയുള്ള അവസരം തന്ന പ്രിയ ദൈവദാസന് പ്രത്യേകമായിട്ടുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. പ്രൈസ് ഗോഡ്. റോമാലേഖനം 8:28 പറയുന്ന പോലെ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവന്റെ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്നുള്ള വചനമാണ് എന്നെ എപ്പോഴും ചിന്തിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ട് കർത്തൃമക്കൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എനിക്കിങ്ങനെ ഭവിച്ചതിൽ ഞാൻ ദൈവത്തെ നോക്കി ഒന്നും പിറുപിറുത്തിട്ടില്ല. ഇതെന്തിനാ ദൈവം ഇങ്ങനെ തന്നു എന്ന് പറഞ്ഞ് ഞാൻ ദൈവത്തോട് ചോദിച്ചിട്ടില്ല. ഞാൻ നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. നല്ല ഞെരുക്കത്തിലും പട്ടിണിയും കടന്നു പോയിട്ടുണ്ട്. നല്ലോണം സമൃദ്ധി അനുഭവിച്ചിട്ടുണ്ട്. ആശോപ്രദം അറിയാം, നല്ല സമൃദ്ധി. എന്നാൽ എല്ലാം
എല്ലാം യോ പറഞ്ഞില്ല, യഹോവ എടുത്തു എന്ന് പറഞ്ഞു, എല്ലാം ശൂന്യമാക്കിയിട്ട് ഇപ്പോഴും ഞാൻ ഒരു ശൂന്യ മണ്ഡലത്തിൽ ഞാൻ നിൽക്കുമ്പോൾ എന്തിനെന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. എല്ലാം ഞാൻ ആ വചനം എപ്പോഴും പറയുന്നു, എല്ലാം നന്മയ്ക്കായിട്ട്. എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. എനിക്ക് ഈ അവസരം തന്ന പ്രിയ അതിൻ്റെ നേതൃത്വത്തിലായിരിക്കുന്ന ഉമൻ പാസ്റ്ററെ പ്രത്യേക ദേവദാസനോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എൻ്റെ മൂത്ത മകൻ റോഷ് ഗിരീഷ്, അവൻ നഴ്സിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്നത് വഴി തുറക്കണം. ഇളയ കുഞ്ഞിന് ബലഹീനതകളുണ്ട്. അവനെ ഓർത്തും അവൻ്റെ ഭാവി ഓർത്തും പ്രത്യേകം പ്രാർത്ഥിക്കണം എന്ന് ദൈവനാമത്തിൽ ഓർപ്പിച്ച് ഞാൻ സാക്ഷ്യത്തിൽ നിന്ന് വിരമിക്കുന്ന. അല്പം എന്തെങ്കിലും കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ, സമയം കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ദൈവനാമത്തിൽ ക്ഷമയും ചോദിക്കുകയാണ്. ഒത്തിരി വേറെ സാക്ഷ്യങ്ങളുണ്ട്, പക്ഷെ അതൊക്കെ പറയാൻ എൻ്റെ സമയമില്ല. എനിക്ക് തന്ന സമയത്തിനകത്ത് അത്യാവശ്യമുള്ള സാക്ഷി എനിക്ക് ഷെയർ ചെയ്യാൻ കഴിഞ്ഞു. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.